ಪ್ರಿಯ ಸಹೋದರಗಳೇ, ನಿಂಗಾಗಿ ಸ್ನೇಹ ಬಂಧನ. ನಿಂಗ ಬೇಕಾಯೊಂದು ಒಳ್ಳೆ ವಾರ್ತೆ ತರದು. ಅದು ನಿಂಗ ನಿತ್ಯ ಜೀವನೆ ಕುರಿച്ചുള്ള ಸಂದೇಶ. ಅದು ನಿಂಗ ಕಾಳ ಒಂಚಿನ ನಂಗ ಜೀವದಲ್ಲೂ മരണ നിശ്ചയ. പക്ഷേ മരണശേഷ ನಂಗ ಎಲ್ಲಿಗ ಹೋಪದು അതിനെക്കുറിച്ച് നിಂಗ ചിന്തിസക്ക്. ഈ കാസറ്റ് ഈ സത്യമായ അനുഭവ നിಂಗಾಗಿ മറുപടി കൊട്ടത്. അത് നിങ്ങനെ സത്യമായ അനുഭവ നിങ്ങനെ നയിച്ചത്. ഈ കാസറ്റ് നിങ്ക ജീവിതത്തിൽ ഏറ്റവും ധന്യമായി തീരാലി. സൃഷ്ടിനെക്കുറിച്ച് ആദ്യ കുറച്ച് ഭാഗങ്ങളിൽ വിവരിച്ചിട്ടില്ല. ಅದನ್ನ ಒಂದು ಕೂಡಿ ಅದನ್ನ വീണ്ടും വിചാരകಬೇಕಾയി ഉള്ള കാര്യം സൃഷ്ടിനെക്കുറിച്ച്. സൃഷ്ടി ನಡೆಯುವ ಕಾಲಲು ಭೂಮಿಲ್ ഒന്നും തന്നെ ഇത്തില്ലേ എന്ന് ദൈവവചനಗಳಿದ್ದೆ. ഈ ദൈവ ലോകൽ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലിದ್ದೆ. ലോകൽ മനുഷ്യനിത്തില്ലേ, മൃഗങ്ങളിത്തില്ലേ, വൃക്ഷ അതുപോലെ മരങ്ങളോ വൃക്ഷങ്ങളോ പുഴകളോ തോടുകളോ കുന്നുകളോ ഒന്നും ഇത്തില്ലേ. ആ കാലല് ദൈവ ഈ ലോകരെ ನೋಡಿಟ್ಟು മനോഹരമായ ಒಂದು ಅವಸ್ಥೆ ഇതിനെ നാൻ ಮಾಡಿದೆನಂತ ತೀರ್ಮಾನ ಇಟ್ಟಿ ದೈವ ಆ ಅವസ്ഥ ಈ ಭೂಮಿಗೆ വരുത്തലേ ഇടയായിത്തീരുത്ത്. ദൈവ ആദിക്കായി വളരെ മനോഹരമായ വൃക്ഷങ്ങള്, അതുപോലെ പലതര കായ്ക്കനികള്, പലതര മൃഗങ്ങള്, പലതര പക്ഷികള്, അതുപോലെ നീരിലും മീനുകള്, ഇവയെല്ലാം അനവധിയായി ആദിക്ക് ദൈവ ಮಾಡಿತು. അതിനുശേഷം ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യನ സൃഷ്ടിനെ കുറിച്ച് ಹೇಳಿರೋದು, അവനെ മണ്ണ് കുഴച്ച് അവನ രൂപ ദൈവನ രൂപ പോലെ ಮಾಡಿ ಅವನ ಮೂಕಲು ಜೀವ ಶ್ವಾಸ ದೈವ ಕೊಟ್ಟತ್ತು ಎಂದು ಹೇಳಿ ವೇದ ಪುಸ್ತಕಗಳು ಇದೆ. ವೇದ ಪುಸ್ತಕ ಅಡಿസ്ഥാನಲು ಮನುಷ್ಯನ ಸೃಷ್ಟಿയെക്കുറിച്ച് ಇಂತ್ಯಪದ ಹೇಳಿರೋದು. ಅಂದಲೆ ಮೃಗಗಳೇ ಮಾಡಿದ ಅಂತೆಲ್ಲ ಅದೆಲ್ಲ ಉಂಟಾയി ವರಲಿ, ಅದೆಲ್ಲ ಉಂಟಾಗಲಿ ಅಂತ ಹೇಳಿದಾಗ ಅದೆಲ್ಲ ಉಂಟಾತು. എന്നാൽ മനുഷ്യനെ കുറിച്ച് മാത്രം വ്യത്യസ്തമായ രീതിയിൽ ദൈവ മനുഷ്യനെ ಉಂಟು ಮಾಡಿತು. ഈ മനുഷ്യനെ ಉಂಟು ಮಾಡಿದ ശേഷം ദൈവ ಅವನಿಗೆ ವಾಸಯೋಗ್ಯമായ ಒಂದು ತಲ ನಿಯಮಿಸಿ ಕೊಟ್ಟತು. ಅದಕ್ಕೂ ಮುಂಚೆ ദൈവ ಹಗಲು ಸಂಜೆയും വേർതിരിച്ചലുള്ള വെളിച്ച സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ ഈ ലോകല് നമുക്ക് കണ്ണുകൊണ്ട് കാണലെ പത്തതായ കോടി കോടി ഗോളങ്ങളും എല്ലാം ദൈവ നിർമ്മിച്ചിട്ട്. അതിനുശേഷ മനുഷ്യനക്ക് ಒಂದು മനോഹരമായ ദേശ ദൈവ നൽകിക്കൊട്ടത്. ആ ദേശല് ദൈവ അവനെ പാർപ്പിച്ചതിനു ശേഷം ദൈവ എല്ലാ അവകാശങ്ങളും ഇവന് കൊട്ടത്ത്. ഭൂമി മേലുള്ള അവകാശ, അതുപോലെ മൃഗത്തിന്മേലുള്ള അവകാശ, ഈ ലോകൽ നമുക്ക് കണ്ണുകൊണ്ട് കാണതായ എല്ലാ ആ വസ്തുവക മേലും ദൈവ അവകാശ കൊട്ടത്ത്. അതിനുശേഷം ദൈവ അവനക്കൊന്ന് ഗാഠനിദ്ര, അതുപോലെ ಎದ್ದದ ನಿದ್ದೆ, ಏಳಲೆ ಪತ್ತದ ನಿದ್ದೆ, ಗಾಢನಿದ್ರ ಕೊಟ್ಟತ್ತು. ಗಾಢನಿದ್ರೆ വരുത്തിയതിനു ശേഷം ദൈവ അവനക്ക് തക്കതായ തുണെ അവനക്ക് നിർമ്മിച്ച് ദൈവ കൊട്ടത്ത്. ആ തുണയോട് കൂടെ ദൈവ മനോഹരമായ തോട്ടല് അവർ ജീവിಸಲೇಬೇಕಾയി അവറിനെ ಅಲ್ಲಿ ಉಡಿ ಇರುವಲೆ ಹೇಳಿದಾರು. അവർ ആ ദേശത്ത് ആ തോട്ടല് അവർക്ക് ജീവിಸലുള്ള എല്ലാ ವಸ್ತುವಗಳಿದೆ. അവർക്കൊಂದು ವಿಷಮ ಕಾಣೆ, എല്ലാ കാലലും സുഖത്തോടെ അവർക്കಲ್ಲಿ ജീവിಸಬಹುದು. ദൈവ അവനക്കൊಂದು ಗಾಢನಿದ್ರೆ ಕೊಟ್ಟത്ത്. ഭൂമിയിൽ അവനക്ക് തുണയായി ಒಂದು തുണയാളിനെ ദൈവ അവനക്ക് നിർമ്മിച്ചു ಕೊಟ್ಟത്ത്. ആ തുണയാളുമായിട്ട് ദൈവ അവനക്ക് ഏറ്റവും മനോഹരമായ ಒಂದು തോട്ട പാർപ്പുകായി അവർന്ന ജീവിതകായിട്ടു നൽകിക്കൊട്ടത്ത്. ദൈവ അവറിനെ വളരെയധികം സ്നേഹിച്ചിട്ട് ദൈവ സന്ധ്യ ഹകലും ಅಲ್ಲಿ ಇಳಿದು വന്നാണ്. ദൈവമായിട്ട് ഇവർ സംഭാഷണ ചെയ്താറ്. അതിനുശേഷം ദൈവ സ്വർഗ്ഗ ಹೋದ. ಅಂತ್ಯ ജീവിത മുന്നോട്ട് ಹೋಯಿತು. അതിനുശേഷം ഈ പണ്ട് കാലല് എന്ന് ಹೇಳಿದಲೆ ನಾನು നേരത്തെ അത് ഓർമ്മിപ്പിച്ചതിനെ, ഈ ലോകത ദൈവസന്നിധ ബുദ്ധ ആള് പൈശാചിക ശക്തി ഈ ഇಬ್ಬರನೆ ಬಂದು ಕಾಣಲೇം ഇവർന്ന ഈ അവസ്ഥ ಎಲ್ಲ മനസ്സു ಮಾಡಲೇം ഇടയായിത്തീരുത്ത്. ഈ പൈശാചി ശക്തി ഇവർന്ന ജീവിതത്തില് ಒಂದು ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധനെ നശിപ്പിച്ചലെ ഇടയായിത്തീരുത്ത്. ഇത് മുഖാന്തരം മനുഷ്യന് ദൈവന വാക്ക് ശ്രദ്ധ ಕೊಡದೆ കണ്ട്, ദൈവന വാക്ക് ഉൾക്കൊള്ളದೆ കണ്ട് അവർ ദൈവന സന്നിധിത അകന്ന് ಹೋಪಲೆ ഇടയായിത്തീരുത്ത്. ഈ അവസ്ഥ ഇന്തു ലോകൽ വെളിപ്പെട്ടിದೆ. ഈ അവസ്ഥ ലോകൽ ഇന്തും അനേക ആൾക്കാർക്കും നാശമായ അവസ്ഥ എന്ന് ಹೇಳಿ നമുക്ക് ಗೊತ್ತಾಗ. കാരണം ദൈവനെ കരുവതിജെ, ദൈവനെ അന്വേഷിച്ചതിജെ എന്തോളും ദൈവനെ യാർ ഇതുവരെയും യഥാർത്ഥമായി കണ്ടെത്തൽ സഹിച്ചിരതില്ലേ എന്നുള്ള അവസ്ഥ എല്ലാവരുടെ ജീവിതത്തിലും അത് അനുഭവപ്പെടും. ഈ അവസ്ഥ ഇದ್ದകായികാലും യേശുക്രിസ്തുവിനുള്ള സന്ദേശ കേളലിടയായിത്തീരുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലേ ദൈവവചനാടിസ്ഥാനത്തിൽ ആയിത്തീരലേയും നന്ന ജീവിതത്തിലും അത് ഇടയായിത്തീരുത്ത്. ഈ അവസ്ഥ നിങ്ക ജീവിതത്തിലും വരലെ ദൈവ സഹായിച്ചാലി അവന്ന വരവിനെക്കുറിച്ചും ഭൂമിയിൽ അവനെ യാനക ಬಂದതിനെ കുറിച്ചും ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇഞ്ചി നങ്ക ചിന്തിസಬಹುದು. അവൻ ಬಂದത് തന്നെ ഈ തെറ്റോത മനുഷ്യന്. ഈ അന്ധകാര ശക്തി മനുഷ്യനെ ലോകത മാറ്റിದ അവസ്ഥ, ദൈവ സന്നിധത അകറ്റി അവനെ ദൂര ಮಾಡಿದ അവസ്ഥ.
ഇതിനെ മാറ്റി ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്തൊരുമിച്ച് അയപ്പലുള്ള ആ അവസ്ഥയ്ക്കാളും യേശുക്രിസ്തു വന്നത്. ಒಂದು ಎಡನಿಲಕಾರನ್ ಎಂದು ಹೇಳಿದ ಮಾതിರಿ യേശുക്രിസ്തു ഈ ലോകം കടന്നു വന്നത് മനുഷ്യൻ അകൽച്ചയും ദൈവൻ അകൽച്ചയും തമ്മിൽ അടുപ്പിച്ച് പറഞ്ഞ് ഒന്നായി തീർച്ചയിലെ ബേക്കായുള്ള ആ വചനാടിസ്ഥാനം യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. അതുകൊണ്ടപ്പോൾ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ഏനുള്ള പ്രയാസങ്ങൾ നേരിട്ടാലും അവൻ ഏനുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്താലും യേശുവിനെ കണ്ടെത്താം, യേശുവിനെ അംഗീകരിച്ച ആ നിമിഷം മുതൽ ദൈവത്തിങ്കിലേക്ക് അടുത്ത ഹോപ്പലെ ദൈവ മനുഷ്യനക്ക് അവകാശം കൊടുത്തില്ലേ. അത് മനുഷ്യന്ന ഭാഷക്ക് എർത്തിട്ടല്ല, മനുഷ്യന്ന അവന്ന ഭാവഭേദങ്ങൾ എർത്തിട്ടല്ല, അവന്ന സാമ്പത്തിക അടിസ്ഥാനമല്ല. അവൻ എപ്പെട്ട പണക്കാരനായാലും എപ്പെട്ട പാവപ്പെട്ടവനായാലും അവനെ ദൈവ തന്ന മകനായി മകളായും സ്വീകരിച്ചതിലെ ഇന്തും മനുഷ്യനോട് താല്പര്യമുള്ളവനപ്പത് യേശുക്രിസ്തു. യേശുക്രിസ്തുവിന ഈ മനുഷ്യനോടുള്ള സ്നേഹ നമ്പാക് വെളിപ്പെട്ട് ചിക്കിതേജ് അത് ഏകദേശം 2000 വർഷം മുമ്പേ അങ്ങാക് അത് വെളിപ്പെട്ട് ചികിത്ത്. അത് മുഖാന്തരം നിങ്ങ യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുതെന്ന് ಹೇಳಿದರೆ നിങ്ങനെ പരിപൂർണമായി രക്ഷിച്ചലെ യേശുക്രിസ്തു ഇന്നും സന്നദ്ധനപ്പത് ഒരുക്കാപ്പത്. അതുകൊണ്ട് നിങ്ങ ജീവിത ദൈവന കയ്യിൽ ഏൽപ്പിಸಲೆ ഇടയായിത്തിരാലി. ദൈവ ನಂಗನೆ ಉಂಟು ಮಾಡಿದವನು. ദൈവ സൃഷ്ടിയും ആ സൃഷ്ടിന അവസ്ഥയിലുള്ള ലോകമുള്ള സകല മനുഷ്യരും ദൈവന സൃഷ്ടികളും ദൈവ അവരെ നിർമ്മിച്ചിട്ട് എന്തേಳಿ നേരത്തെയും ചില സൂചകങ്ങളെല്ലാം ഞാൻ ಹೇಳಿದೆಯಲ್ಲ. ഭൂമിയും അതിലുള്ള സകലനെയും ദൈവ നിർമ്മിച്ചിട്ട് അതിനു വേണ്ടതായ അവസ്ഥകളെല്ലാം ദൈവ മാടിത്ത് അതിൽ സൂര്യനെ ഉണ്ടുമാടിത്ത് അതുപോലെ തിങ്കനെ ഉട്ടുമാടിത്ത് നക്ഷത്രങ്ങളെ ഉണ്ടുമാടിത്ത് അതിൽ സകലവിധ പഴവർഗ്ഗങ്ങളും തോടുകളും പുഴകളെല്ലാം ഉണ്ടുമാടിത്ത് ദൈവ ഇതെല്ലാം മനുഷ്യനുക നന്മയ്ക്ക് ಬೇಕಾയി സൃഷ്ടിച്ചത്. ഈ സൃഷ്ടി ജാലങ്ങളെല്ലാം മനുഷ്യനെ അനുസരിച്ചതുവിദ്യ. കാരണം മനുഷ്യനുക്ക് ഹകಲು ಸಂಜೆയും ബണിസ കൊടുത്തിದ್ದೆ ആ സൃഷ്ടി. അതേപോലെ മൃഗങ്ങളെല്ലാം മനുഷ്യനോടുള്ള എളുക്കുവിദ്യ. ഈ അവസ്ഥയെല്ലാം ദൈവ പണ്ട് മുതലേ മനുഷ്യനുക്ക് കീഴ്വഴക്കി കൂട്ടുതിയെ. എന്താലേ മനുഷ്യന് ഇതെല്ലാം അനുഭവിച്ചിട്ടും ദൈവസന്നിധിയിൽ മനുഷ്യന് വിശ്വസ്തനായില്ല. ദൈവസന്നിധത അകത അവസ്ഥ, അവന് ദൂരെ ಹೋದ അവസ്ഥ, അവൻ ദൂരെ ദൂരെ ಹೋದ അവസ്ഥ, ഇതെല്ലാം ദൈവം തമ്പുരാൻ മാറ്റി അവന് ചിന്തകളെ നിയന്ത്രിക്കലെ അതുപോലെ നിയന്ത്രണലാപ്പലെ ദൈവ ശക്തനാപ്പത്. അതുകൊണ്ട് നിങ്ങ ചിന്തകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിಸಲೆ നിങ്ങ സന്നദ്ധരവ നിങ്ങ അപ്രകാര ചെയ്യുമെന്ന് ಹೇಳಿದರೆ നിങ്ങ മനസ്സു മാറ്റി ദൈവ സന്തോഷ സമാധാനവും നിങ്ങ ജീവിതം ಕೊಡಲೆ ಅವನು ಇಂದುം ഒരുക്കൊള്ളവനാപ്പത്. ആദ്യയിൽ മനുഷ്യനെ ദൈവ ഉണ്ടുമാടലെ ഇടയായി തീർത്ത് എന്തേಳಿ നേരത്തെ ನಾನು പ്രതിപാദിച്ചിട്ടിനല്ല. ഈ അവസ്ഥ മനുഷ്യനുക്ക് ആദ്യമായി ഉണ്ടാದ വ്യക്തികളെന്ന ഹെസാറും ನಾನು സൂചിപ്പിച്ചാലേ ആദ്യമായി ഉണ്ടാದ മനുഷ്യന് ആദാം അതുപോലെ ഹവ്വ. ഈ 2 ജീവിതങ്ങൾ ഈ കാലം ലോകല അധികമായി ദൈവ ഉണ്ടുമാടിയത്. ഇവരിൽ ഉണ്ടായത സമൂഹ ಈಗಲ ಇಂದು ಲೋಗಲು ಮೊತ್ತಂ ಇರೋದು. ಈ ಅವಸ್ಥೆಯಲ್ಲಿ ಜೀವಿಸ ಜನ ಯಥಾರ್ಥമായി സത്യ ദൈവനെ കരക്കെന്ന് ಹೇಳಿയും അവനെ ആരാധിച്ചക്കെന്ന് ಹೇಳಿയും ദൈവന ആഗ്രഹ. ഈ അവസ്ഥ മനുഷ്യന്ന ഇടയിൽ കടന്നു പറയലീകാലം മനുഷ്യന് അത് നേടലീകാലം ദൈവന ആഗ്രഹവും. പക്ഷേ നിർഭാഗ്യവശാല് ദൈവ ഈ മനുഷ്യനുക്ക് ಕೊಟ್ಟ നന്മೆ മനുഷ്യനവേ അതിനെ ഇല്ലാതെ ಮಾಡಿದಾನ. അത് കാരണം ഈ ലോകൽ അന്ധകാര ശക്തിന വ്യാപാരത്താൽ അത് മനുഷ്യനുക്ക് നഷ്ടപ്പെട്ടു. ദൈവന വാക്ക് അവർ കാത്തു സൂക്ഷിച്ചേ. ಹಿಂದೆ അവരോട് ഇടപെട്ട അന്ധകാര ശക്തിന വാക്ക് അവർ ജീവിതത്തിൽ ഏറ്റെത്തുതെന്ന ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും മരണവും കടന്നു വരലിടയായിത്തീർത്തു. അല്ലാതെ ಆಗನ ಕಾಲಲು ಆದಿಕಿನ ಕಾಲಲು ದೈವ ಹೇಳಿದ ಪ್ರಕಾರ അവർ ജീവിಸೋದು ಹೇಳಿದ್ರೆ ഒരിക്കലും അവർക്ക് ദുഃഖില്ലാതില്ലായിട്ട് മരണമില്ലാതില്ലായിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷ സമാധാന ഇറതായിട്ട്. പക്ഷേ അവർ ദൈവസന്നിധത ഈ അന്ധകാര ശക്തിന വാക്ക് യാകാല ഏറ്റെറ്റിത്തോ അന്നു മുതൽ ലോകൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും മനുഷ്യനെ നേരിടലെ ഇടയായിത്തീർത്ത് ലോക ഉള്ള മനുഷ്യന് സകലവും അവരുടെ ജീവിത വഷളായി തീരലിടയായിത്തീർത്ത്. ഇതെല്ലാം കാരണം ദൈവന വാക്കുകൾ അവർ കാത്തു സൂക്ഷിച്ചിട്ടില്ലേ എന്ന് എഴുത ഒറ്റ കാരണം കൊണ്ട ലോക അതുകൊണ്ട് അവനെ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു പോവലെ പാടില്ലാത്ത രീതിയിൽ അന്ധകാര ശക്തി മനുഷ്യനെ മാടലിടയായിത്തീർത്ത്. പക്ഷേ ഇതിനെ അവസ്ഥ മാത്രമേക്കാളും ക്രിസ്തുന വരവും ആ വരവില് ആ ലോകലുള്ള വരവ് അവനുള്ള ആശ്രയ അങ്ങനെ സ്വർഗಕ್ಕೆ ಎತ್ತಿಸಲೆ ദൈവ തമ്പുരാൻ ಇಂದುം ഒരുക്കപ്പത് നിങ്ങൾക്ക് യാർಗ ಅವನ ವಚನ ನಿಂಗ ಉಳ್ಳಲು ಏറ്റുಕೊಳ್ಳಲು ಇಷ್ಟೋ ಆ ನಿಮಿಷ ಮೊದಲು ಎಂದು ನಿಂಗ ತೀರ್ಮಾನಿಸಿದಿರೋ ಆ ನಿಮಿಷ ಮೊದಲು ದೈವ ಆ ವ್ಯಕ್ತಿയെ ತನ್ನ ಜೀವದಲ್ಲಿ ಸೇರಿಸಿಕೊಳ್ಳಲೆ ದೈವ ಇಂದುം ആഗ്രഹ ಇದೆ.
ദൈവം തമ്പുരാൻ ഈ നാളുകളിൽ അത് ചെയ്യുവലെ ഇടയായിത്തീരാലേ. നിങ്ങ ജീവിതവും ഏറ്റവും സന്തോഷ സമാധാനം ആ വിഷയമേൽ ഉണ്ടാകാലി. ഭൂമിയിലുള്ള എല്ലാ ശിക്ഷാവിധികളും ദൈവ തന്ന ശരീരങ്ങൾ ഏറ്റെറ്റി നങ്കകവേക്കായി ക്രൂശീകരിക്കപ്പെട്ടതും മരണ ഭരിച്ചതും ഞങ്ങൾ നേരത്തെ ಹೇಳಿ ചെയ്തല്ല. ഈ അവസ്ഥ ಯಾರಿಗಬೇಕಾಗಿ ചേർന്ന ലോകലുള്ള വ്യക്തികൾക്ക് ಬೇಕಾയി, അത് ലോകലുള്ള മനുഷ്യർക്ക് ಬೇಕಾയി, ലോകല് എല്ലാ ആൾക്കാരും ദൈവനെ എറുപ്പലെ ആ അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരലെ, ആ അവസ്ഥ മാറി സന്തോഷ സമാധാനം അനുഭവിച്ചലെ ഈ അവസ്ഥയിലും യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിൽ ആ ഗവൺമെന്റ് അന്തന ജീവിಸಿದ ലോക ഗവൺമെന്റ് ലോകല ജന അവനെ ക്രൂശിൽ തറച്ച് കൊല്ലലിടയായിത്തീർത്തു. ഈ അവസ്ഥ ಬಂದ തന്നെ ലോക മനുഷ്യനെ രക്ഷിಸಲೇಬೇಕಾയെന്ന് നേരത്തെ ഞാൻ പ്രതിപാദിച്ചിരുന്നല്ല. പക്ഷേ യേശുക്രിസ്തു ഈ മരണം കൊണ്ട് യേശുക്രിസ്തുവിന് അവസാനമല്ല. അന്തലെ ലോകലുള്ള ആൾക്കാർ അഞ്ചല്ല, ഞങ്ങൾ ഒന്നൊന്നാളും ഈ ലോകല കടന്നുപോയിക്കളിന്തലെ വേർപെട്ട് കളിന്തലെ ഒരിക്കലും തിരിച്ചു വരാத അവസ്ഥ. പക്ഷെ യേശുക്രിസ്തു ഇതല്ല അവസ്ഥ. യേശുക്രിസ്തുന അവസ്ഥ 3-ാം നാൾ അവന് ഈ ലോകല് മനുഷ്യൻ കാണുകെ, എല്ലാവർക്കും കാണുകെ അവന് കടന്നു വന്ന് മരണനെ ജയിച്ച് ഇന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗല ജീവിച്ച ആളാ. ആ ആളിൽ വിശ്വസിച്ച ഒന്നൊന്നാൾക്കും മരണത പുനരുദ്ധാന, മരണമെന്നുള്ള ಒಂದು വിടുതൽ, മരണದ ಒಂದು ಆಶ್ವಾಸ ಅವರ ಜೀವದಾಗೂ ಇದ್ದೆ ಎಂದು ವೇದಪುಸ್ತಕ ವ್ಯಕ್ತമായി ಹೇಳೋದಿದೆ. ദൈവപുത്രനിൽ വിശ്വസിച്ച ആ ഒന്നൊന്ന് ആൾക്കാർക്കും അവർ ഇന്ന് ഭാഷ ഏതാകാലി, അവരുടെ ವಂಶ ഏതാകാലി, അവരുടെ ജീവിത ಏನಾಗಲಿ, അവരുടെ അവസ്ഥ ಏನಾಗಲಿ, ದೊಡ್ಡವನೋ ಸಣ್ಣವನೋ ഒന്നും ദൈവ ഓർപ്പരെ കണ്ട് എല്ലാ അവസ്ഥയും വ്യത്യാസപ്പെടുത്തി അവനെയും ജീവിതത്തിലേക്ക് തിരിച്ച് വാർത്തലെ ദൈവം കൊണ്ട് സാധിച്ചത്, തിരിച്ചു കൊണ്ടുവരലേ ദൈവം കൊണ്ട് സാധിച്ചത്. യേശുക്രിസ്തുവിൽ ആശ്രയിച്ച ഒന്നൊന്ന് വ്യക്തിനെയും ദൈവ ഇന്തും രക്ഷപ്പെടുത്തലേ ദൈവ മതിയായവനാവാതെ. യേശുക്രിസ്തു സർവശക്തിയുള്ളവനാണ്. യേശുക്രിസ്തുവിನ ശക്തിയെക്കുറിച്ച് വേദപുസ്തക നമുക്ക് ഉറപ്പ് കൊടുത്തില്ലേ. യേശുക്രിസ്തു സകലവിധ ദോഷ ദുർഗുണ ശക്തികളിനെ പുറത്തുമടലെ കഴിവുള്ളവന്. ഭൂതങ്ങള് അതുപോലെ ദുഷ്ടശക്തികള് യേശുക്രിസ്തുവിನ ವಚನలు ಆಡ್ಯಾರವು ಹೇಳೋದಿದೆ. യേശുക്രിസ്തുവിനെ കാണുക, ദൈവമേ നീ നങ്കനെ നശിപ്പിച്ചവരത് എന്ന് ಹೇಳಿ ഭൂതങ്ങള് പൈശാചി ശക്തികള് യേശുക്രിസ്തുവിನ മുമ്പാകെ നിലവിളിച്ചതില്ല. അതുപോലെ തന്നെ ഈ ജനങ്ങള്, ഇന്ന് ലോകലുള്ള ജനങ്ങള്, അത് യാറാകാലും ദൈവ അവനെ രക്ഷിച്ചലേ മതിയായവന്. എല്ലാവിധ ദോഷത്തിൽ നിന്നും അവനെ രക്ഷിച്ചലേ മതിയായവന്. നിങ്ക ദൈവോട് ಹೇಳೋದೆಂದಿಗೆ ദൈവನ ವಚನ നിങ്ക ഉള്ളിൽ ഏറ്റുകൊള്ളുന്നില്ലേ, ദൈവ സകലവിധ ദോഷത്തിൽ നിന്നും നിങ്ങനെ രക്ഷിച്ചലേ മതിയാവൻ. കാറ്റും കോളും അവനെ അനുസരിച്ചത്, കടലും കരിയും അവനെ അനുസരിച്ചത്, ഈ ലോകലുള്ള ശക്തി കേന്ദ്രങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ അനുസരിച്ചത്. ഈ ലോകമുള്ള വെളിച്ച, അതുപോലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതെല്ലാം യേശുക്രിസ്തുവിನ വചന മുഖാന്തര ഉണ്ടാതത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം, ഈ ലോകൽ കാണുന്ന എല്ലാ ശക്തികളും യേശുക്രിസ്തുവിനെ അനുസരിച്ചത്. ഈ യേശുക്രിസ്തുവിനെ നിങ്ക ജീവിതാലും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാല്. നിങ്ങൾ പറ എല്ലാ ദോഷവശങ്ങളെയും ദൈവസന്നിധിയിൽ നിങ്ങൾ അർപ്പിച്ചതല്ലേ. ദൈവ ആ അവസ്ഥയിൽ നിന്നെല്ലാം നിങ്ങനെ വ്യത്യാസപ്പെടുത്തി ദൈവം നിങ്ങളെ രക്ഷിച്ചലേ ദൈവം മതിയായവനാ. നിങ്ക യേശുക്രിസ്തുവിನ സന്നിധിയിൽ നിങ്ക കഴിഞ്ഞ എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ഹൃദയപൂർവ്വമായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം നിങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെല്ലാം രക്ഷ ചെയ്യവലെ ഇടയായിത്തീരാലി. ദോഷപ്രവർത്തികളെ നിങ്ക ഹൃദയാല് സ്വീകരിಸಬಾರದು. അതിനടിസ്ഥാനമായി ಒಂದು ಗ್ರಾಮಲ್ ನಡೆದ ಕಥೆ ನಿಂಗೊಂದು ಹೇಳಲೆ ನನಗೆ ತಾಲ್ಪರ್ಯ ಇದೆ. ಒಂಜಿನ ಒಂದು ಗ್ರಾಮಲ್ ಒಂದು കഴുത പുലി ആ ഗ്രാമവാസികളുടെ ഇടയിൽ വരലിടയാത്ത്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മൃഗങ്ങളും ആ വളർത്ത് ആടുകളെയും ഒട്ടിಗೆ അത് ആക്രമിച്ചലെ ഇടയായിത്തീർത്ത്. ആ ഗ്രാമവാസികൾ ഇതിനെ ಹಿಡಿಪಲೇಬೇಕಾയി, ഇതിനെ നശിപ്പിച്ചലേಬೇಕಾയി പുറകെ കൂടിതാറ്. പക്ഷേ ഇത് അവരിൽ നിന്ന് ഓടി വളരെ ദൂരെ മറിഞ്ഞ് അടുത്ത ಒಂದು ದೇಶಲ್ ಇದು ಎತ್ತಿಪಡಲೇದ ಇಡೆಯಾತು. ಅಲ್ಲಿ ಎತ್ತಿದ ಸಮಯ ಒಂದು ವ್ಯಕ್ತಿ ಈ ಮೃಗನೆ ಕಾಣಲೆ ಇಡೆಯಾಯ್ತಿರ್ತು. ആ വ്യക്തിനോട് ഈ മൃഗ ಇಂತೆ സംസാരിച്ചിട്ട്, ನನ್ನ പുറകെ ಒಂದು പാട് ആൾക്കാർ പറഞ്ഞേ നന്നെ നീ രക്ഷ ചെയ്യക്ക്, അവർന്ന ആ അവസ്ഥയിൽ നിന്ന് തന്നെ നീ രക്ഷിസാക്ക്. ആ മൃഗന വാക്ക് കേട്ട് ഈ വ്യക്തിയെ ആ മൃഗനെ രക്ഷിಸಲೇടായിത്തീർത്ത്. ഓടി വന്ന ആൾക്കാർ ഈ വ്യക്തിനോട് കേಳಿದಾರು, ഇല്ലടെ ಇಂತೊಂದು ಮೃಗ ಇಲ್ಲಡೆ ಬಂತೋ. ಆಗ ಈ ವ್ಯಕ್ತಿ ಹೇಳಿದಾನು, ಏಯ್ ಅದು ಇಲ್ಲಡೆ ಬಂದಿರೋದಿಲ್ಲೇ ಎಂದು ಹೇಳಲೆ ಇಡೆಯಾಯ್ತಿರ್ತು. അവർ ഇതിനെ തടയ്ക്ക് മുന്നോട്ട് ಹೋದಾರು.
അതിനുശേഷം ಈ ಮೃಗ ಈ ವ್ಯಕ್ತಿ ಏನೋಡು ಈಗ ಇಲ್ಲಿ ಯಾರು ಕಾಡೆ അതുകൊണ്ട് നിഞ്ഞ് ನಾನು ನನ್ನ വിശപ്പ് വേക്കായി തിമ്പലെ ನಾನು ആഗ്രഹിച്ചെ അത് നാനീക ചെയ്യുവത. സഹോദരങ്ങളെ, ഇതുപോലെ കാലം മനുഷ്യന്ന അവസ്ഥ. ಈ ವ್ಯಕ್ತಿനെ ಈ ಮೃಗ ಕೊಂದು ಅವನ್ನ ಭಕ್ಷಣ ಮಾಡಿದ പോലെ പൈശാചിക ശക്തിന പ്രവൃത്തിയും മനുഷ്യನ ಜೀವದಲ್ಲಿ ഇതുപോലെയാ. ആധികന അവസ്ഥ അത് ആധികനങ്ക ജീവിതത്തിൽ പറക. യഥാർത്ഥമായി ഇതിനെ ഉൾക്കൊള്ളലെ പലപ്പോഴും മനുഷ്യന് കഴിഞ്ഞേ വന്നത്. പക്ഷേ അതിനുശേഷം ഉള്ള അനുഭവ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടലേ ഇടയായിത്തീരുന്നത്. ഈ പ്രലോഭനങ്ങൾ അതല്ലേ ഈ മൃഗനെ നശിപ്പിച്ചലെ വന്ന ആ ദുഷ്ടമൃഗന പോലെ അനേക ആൾക്കാരും ഈ ലോകല് നങ്ക കണ്ണുകൊണ്ട് കാണലെ പത്തത അന്ധകാര ശക്തിക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതപ്പത് മനുഷ്യന് മിക്കവാറും നയിച്ചത്. ഈ അവസ്ഥയെ കണ്ടുട്ടിക്കാലും യേശുക്രിസ്തു നങ്കനെ രക്ഷിച്ചലെ ഭൂമിയിൽ വരലെ ഇടയായിത്തീരുന്നത്. കാരണം അവൻ ഇന്തും ജീവസാള, ഇന്തും നമുക്ക് വേണ്ടി നങ്കക്ക് വേക്കായി ഇന്തും ഭൂമിയിൽ അവന്ന പ്രവർത്തിച്ച് അവനിൽ ആശ്രയിച്ച് നിങ്ങക്ക് ഈ ദുഷ്ട ಅನುಭವದ ನಿಂಗಾಗು ರಕ್ಷೆ ನೀಡಲೆ ಸಾಯಿಸಿದಾದ ಒಂದು ವೇದಪುಸ್ತಕ ನಂಗೋಡು ಹೇಳೋದಿದ್ದೆ. ನಿಂಗ ಯಾನನೆ ಭಯಪಡೋದು? ಈ ಲೋಕಲ ಅಂಧಕಾರ ಶಕ್ತಿನೆಯೋ, ಈ ಲೋಕಲ ശക്തി കേന്ദ്രനെയോ, ഈ ലോകല മണ്ണിനെയും കല്ലിനെയും മരങ്ങളിനെയും കാവിനെയും അമ്പലിനെയും അറനെയും ഇതിനെയോ നിങ്ങൾ ഭയപ്പെടുന്നു? യേശുക്രിസ്തു ഇതിനെല്ലാം ജയിച്ചത ആളാകലും. യേശുക്രിസ്തുവിൽ നിങ്ങൾ ജീവിതം അർപ്പിച്ചതെങ്കിൽ ഈ മരണകരമായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നിങ്ങൾക്ക് സന്തോഷ നൽകുവാൻ തക്കവണ്ണം ലോകല അവൻ കടന്നു വന്നണം. ലോക അവനെ നിർത്തത്തില്ലേ. പക്ഷേ ലോകരുള്ള സകല അധികാരവും അവനക്ക് നൽകപ്പെട്ടതില്ലേ. അതുകൊണ്ട് നിങ്ങ മരണ സമയ നിങ്ങൾക്ക് എളുക്കിജവ. നിങ്ങ മരണന ശേഷ നിങ്ങന പ്രത്യാശയാണ്. മരണന അപ്പുറമായി നിങ്ങ ജീവിത ഇദ്യം. മരണനെക്കുറിച്ച് നിങ്ങ ചിന്തയുള്ളവരോ എളുക്കുള്ളവരോ ആ അവസ്ഥ മാറലേ യേശുക്രിസ്തുവിನ ಸನ್ನಿಧಿಗೆ ನಿಂಗನೆ ಕಳೆದು ಬರಲೆ ಈ ದೈವವಚನ ಆಹ್ವಾನ ചെയ്യുവതിದ್ದೆ. ദൈവ നിങ്കനെ മരണമരമായ ഭീതി, ആ നിലവിളി, ആ ദുഃഖ, ആ അവസ്ഥ മാറ്റി പരിപൂർണമായ സന്തോഷ സമാധാന നിങ്ക ജീവിതത്തിൽ നൽകലെ ദൈവ കൊണ്ട് സാധിച്ചത്. അത് നങ്ക ചെയ്വലുള്ളത് ദൈവ വചനൽ അടിസ്ഥാനപ്പെടുന്നു. ദൈവ നിങ്കനെ ഈ അവസ്ഥ, നിങ്കന ഭീതി, നിങ്കന നിലവിളി, നിങ്കന എളുക്ക് ജീവിതത്തിൽ വറ പ്രയാസങ്ങൾ എല്ലാം മാറ്റി പരിപൂർണമായ ഹൃദയം സന്തോഷ അനുഭവിച്ചലെ നിങ്ങൾ പൂർണ്ണമായി ദൈവന വചനൽ നിങ്ങൾ കടന്നു വരാ. ദൈവ വചന നിങ്ങൾ ജീവിതത്തിൽ അംഗീകരിച്ചത് അത് നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും അത് സന്തോഷവും ഉളവ അനുഭവ ആയില്ലേ എന്ന് ദൈവവചന നിങ്ങൾ ഉറപ്പ് കൊടുത്തില്ലേ. ഈ അവസ്ഥ നിങ്ങൾ ജീവിതത്തിൽ കടന്നു വരലെ ഇടയായിത്തീരൽ. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച അനുഭവം നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി വരല്ലേ ഇടയായിത്തീരാലേ. യേശുക്രിസ്തു കൂടെ സമ്മാനം സന്തോഷം അതുപോലെ എല്ലാ അവസ്ഥയും ദൈവം അവന് അവസ്ഥ മാറ്റിക്കൊട്ടാണ്. അവന്ന ആ സന്നിധിയിൽ സന്തോഷ സമാധാനം ഇജ്ജെ നിങ്ക ജീവിതത്തിലുള്ള കുടി അതുപോലെ തന്നെ കൂടാത്ര ആ വിചാര മന്ത്രവാദ ദുഷ്കർമ്മ ഈ അവസ്ഥയെല്ലാം നിങ്ക ജീവിതത്തിൽ വിട്ടുമാറാക്കും. യഥാർത്ഥാൽ ദൈവ നങ്കനെ കുറിച്ച് ആ മോശമായി കാണുന്ന അവസ്ഥ ഇതെല്ലാം ഈ അവസ്ഥ നങ്ക ജീവിതത്തിൽ വിട്ടുമാറാക്ക്. നിങ്കനെതിരായി ഇന്ന് ആ അവസ്ഥ യാറെ ചെയ്യുവതിദ്യോ, നിങ്കനെതിരായി മന്ത്രവാദങ്ങളോ അവിചാരങ്ങളോ ചെയ്യുവതിദ്യോ ಅದನ್ನೆല്ലാം ಯೇಸುಕ್ರಿಸ್ತು ನಿಂಗನೆ ರಕ್ಷಿಸಲೇ ಅವನ ಮದಿಯಾಯನಪದ ನಿಂಗ ಯೇಸುಕ್ರಿಸ್ತುಲು ನಿಂಗನ ಜೀವದ സമർപ്പിച്ചുകൊടുന്നു. ദൈവക്ക് ഇഷ്ടപ്പെടാത്ത പാവപ്രവൃത്തി. സ്നേഹിതരെ, നിങ്ക ഈ വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു കേളുന്നു. ആദിക്കുന്ന കാലഘട്ടത്തില് നിങ്ക മുതുമുത്തച്ഛന്മാർ അനേക ആചാരങ്ങളിലൂടെ ലോകല് അവർ ചെയ്തു വന്നത്. അത് ദൈവനെ പ്രതിപ്പെടുത്തലെ അവർ കോളിനെ ബലി കഴിച്ച് ആടിനെ ബലി കഴിച്ച് എന്തുവിധ മന്ത്രവാദങ്ങൾ ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ഇതുപോലെല്ലാം നങ്ക കാരണന്മാർ മുന്നോട്ട് വന്നത്. പക്ഷേ ഈ അവസ്ഥയൊന്നും ഒരിക്കലും മനുഷ്യന്റെ ഉള്ളില് സന്തോഷ സമാധാന വറലെ ഒരിക്കലും കാരണമായി തീരുക. കാരണം ഈ അവസ്ഥ ചെയ്തതുകൊണ്ടോ ഇനിയുള്ളതായ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒരിക്കലും ഒന്നും മനുഷ്യനക്ക് സന്തോഷ സമാധാനം ഉണ്ടാപ്പായില്ലേ. ഇന്ത്യയും നങ്ക ജീവിത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കൂടുതലായി കണ്ട് അത് കുറഞ്ഞ അനുഭവ കാണേ. അതുകൊണ്ട് ദൈവ വചന കേൾവ ഈ പ്രിയ സ്നേഹിതരെ, നിങ്ക എല്ലാ അവസ്ഥകൾക്കും ദൈവ സമാധാനം കൊട്ടാണ്. പക്ഷേ നിങ്ക പാവമായ അവസ്ഥ മാറി ദൈവസന്നിധിയില് ദൈവവചന നിങ്ക ഹൃദയത്തില് ഏറ്റുകൊള്ളുന്ന അവസ്ഥ നിങ്ക ജീവിതത്തിൽ കടന്നു വരാലി.
പാവനെ കർത്താവ് അതല്ലേ യേശു ക്രിസ്തു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലേ. പാവ പ്രവൃത്തി എല്ലാം ദൈവ സന്നിധിയിൽ അത് കുറ്റകരമാണ്. പക്ഷേ ദൈവ പാപികളെ ഇന്തും സ്നേഹിച്ച ആളുകളും പക്ഷേ ദൈവ സന്നിധിയിലെ അവന്ന പ്രാർത്ഥനയോ ഇതുപോലെയുള്ള അവന്ന പ്രവൃത്തികളോ ദൈവസന്നിധിയിൽ എത്തുന്നില്ലേ എന്താണ് ദൈവവചന വെളിപ്പെടുത്തുന്നില്ലേ. പക്ഷേ ನಿಂಗ ಮರಣನ ಅವಸ್ಥೆ ಮಾರಿ ದೇವಸನ್ನಿಲ್ ಎತ್ತಾಕ ಅಂತ ಹೇಳಿದ ಒಂದು ಚಿಂತೆ ನಿಂಗ ಮನಸ್ಸಲ್ಲಿ നേരത്തെ ഈ വചനടിസ്ഥാനങ്ങൾ ഹേടലിടയായി തീരുന്നതല്ല. അതുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം ദൈവത്തിಗೆ ഏറ്റു ഹേളി നങ്ക അതിനെ ഉപേക്ഷിച്ച് ദൈവ ആ അവസ്ഥയ്ക്ക് നങ്ക ശിക്ഷയിൽ നിന്ന് പാവ പരിഹാരമായി ഈകാലം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ യേശുക്രിസ്തു നങ്ക ചെയ്തതായ എല്ലാ അതിക്രമവും തന്ന ജീവിതത്തിൽ ഏറ്റെത്തി അത് തന്ന ജീവിതത്തിലെ ശിക്ഷയായിത്തീർത്തു. അതുകൊണ്ടാ ಒಂದು കുറ്റം ചെയ്ത യേശുക്രിസ്തു മരണക്ക് അടിമപ്പെടലു വേണ്ടി വന്നത്. പക്ഷേ യേശുക്രിസ്തു ദൈവ മനുഷ്യനാദകൊണ്ട് ഒരിക്കലും മരണ അവನ ജീവിതനെ ಹಿಡಿತಾಗಲಿಪತ್ತೂಲ್ಲ. ಮೂന്നാം നാൾ ಅವನು ಉಯರ್ತಾನೆ. ಆ ಉಯರ್ಥ യേശുക്രിസ്തു ನಿಂಗ ವಿಶ್ವಾಸ ಅರ್ಪಿಸಕ್ಕೆ ಅಂತ ಹೇಳಿ ದೇವಜನ ಆಗ್ರಹ. ಸ್ನೇಹಿತರೆ, ದೈವ ನಮ್ಮ ಪಾವಗಳೇ അറിയുന്നു. ನಂಗ ಜೀವದಲ್ಲಿರುವ ಎಲ್ಲ ವಶങ്ങളും ದೈವ ಗೊತ್ತು. ನಂಗನ ಚಿಂತೆ, ನಂಗನ ವಿಚಾರ, ನಂಗನ നടപ്പ്, ನಂಗನ ജീവിത എല്ലാം യേശുക്രിസ്തു ಗೊತ್ತು. ಅವನು ദൂരെ ഉള്ള ആളെന്തലും ನಂಗ കൂടെ ನಡೆಯುವ ವ್ಯಕ್ತಿಗಳು. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മറച്ചലെ ಒಂದು കാര്യവും സാധ്യമല്ല. യേശുക്രിസ്തു എല്ലാ വശങ്ങളും മനുഷ്യനെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും യേശുക്രിസ്തു ಗೊತ್ತು. ಕಾರಣ ಮನುಷ್ಯನೆല്ലാം ദൈവന സൃഷ്ടിയ ദൈവം ഉണ്ടുമാടിದ ആളുകളും ലോകലുള്ള സകല മനുഷ്യരും. അതുകൊണ്ട് ദൈവനെ മറച്ച് മനുഷ്യന് ഒന്നും ചെയ്യൽ സാധ്യമല്ല. ദൈവ മനുഷ്യനെ വിധിച്ചതല്ലേ ആ വിധിയിൽ എല്ലാവരും അകപ്പെട്ടവർ. അതുപോലെ മനുഷ്യർ കുറ്റ അതുപോലെ മോഷണ മറ്റുള്ള പാവവശങ്ങൾക്കെല്ലാം മനുഷ്യൻ അടിമപ്പെട്ടുതരെ. ഈ അടിമപ്പെട്ട അവസ്ഥയിൽ ദൈവം മനുഷ്യനെ വിധിച്ചത് എന്ന് ಹೇಳಿದರೆ ഒരിക്കലും ಒಂದು ജഡവും രക്ഷപ്പെടുന്നില്ല. കാരണം അതുക രക്ഷപ്പെടലേ സാധ്യമല്ല. ലോകല് അത് ಬೇಕಾയി ಈಗಾലും ദൈവ മനുഷ്യനായ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചതു. അവനെ കൈക്കൊണ്ട് അവന നാമനെ നിങ്ക ഏറ്റുകൊള്ളതെങ്കിൽ ദൈവ നിങ്കനെ രക്ഷിച്ചലെ മതിയായവനാ. ഇത് നിങ്ക വിശ്വസിച്ച് നിങ്ക ഹൃദയം ഏറ്റുകൊള്ളലെ ദൈവ ആഹ്വാനം ചെയ്യുക. നമ്മുടെ പാപത രക്ഷപ്പെടലെ സാധ്യമോ? യേശുക്രിസ്തുവിನ ವಚನ ಇದು ವ್ಯಕ್ತമായ ಒಂದು ಪರಿಹಾರ ನಂಗ ಕೊಡುವಿದ್ದೆ. ನಿಂಗ ಪಾಪನ അടിമൽ ജീവിസ ആളന്തലിയും ദൈവ ಹೇಳುವುದಿದೆ, നിന്നെ നാൻ പരിപൂർണമായി രക്ഷിച്ചലെ നന്നെക്കൊണ്ട് സാധ്യമപ്പത്, നന്നെക്കൊണ്ട് അത് നടന്നത്. അന്തലെ മനുഷ്യന്ന സൽപ്രവൃത്തി ഒരിക്കലും ಒಂದು മനുഷ്യനെ ദൈവസന്നിധിയിൽ എത്തിപ്പെടലെ സാധ്യമല്ല. സൽപ്രവൃത്തി കൊണ്ട് ಒಂದು വ്യക്തിയും ദൈവസന്നിധിയിൽ എത്തലെ സാധ്യമല്ല. സൽപ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടലെ ഇന്ന് അനേക ലോകലുള്ള മനുഷ്യന് പരിശ്രമിച്ചിದ್ದೆ. എന്നാൽ ಇವನ್ನ പരിശ്രമ കൊണ്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ എത്തലെ സാധ്യമല്ല എന്ന് ಹೇಳಿ വേദപുസ്തക വ്യക്തമായി ಹೇಳುವುದಿದೆ. പാപ മനുഷ്യന്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു ಬಂತು. ಅದು ഒന്നാമതായി വേദപുസ്തക ഇത് അടിസ്ഥാന ഉപദേശ മനുഷ്യനക്ക് കൊടുದಿದೆ. ആദ്യ മനുഷ്യನ ಉದ್ಭವ, ആദ്യ മനുഷ്യനക്ക് ദൈവ ಕೊಟ್ಟ ಕಲ್ಪನೆ. ആ കൽപ്പനದ മനുഷ്യന് അനുസരിച്ചത് ಬಂದಾಗ ദൈവ ആ വ്യക്തിയെ ദൈവ സന്നിധിത അകറ്റലെ തീരുമാനിച്ചത്. അത് മുഖാന്തരമായി ഇന്നുള്ള ലോകലുള്ള തലമുറ മൊത്തം പാപവഴികളിൽ ജീവിച്ച അനുഭവ എല്ലാ ആൾക്കാരുടെ ഇടയിലും ഇറതായിട്ട് നങ്ക ಗೊತ್ತಾದದು. അത് മുഖാന്തരം ലോകലുള്ള സകല അനിഷ്ട സംഭവങ്ങൾ അത് നങ്ക കാണಬಹುದು. കൊലലെ മെಡಿಕಾಣೆ, ಒಂದು ಆಳನೆ ನಶಿಪಿಸಲೆ മെಡಿಕಾಣೆ, എല്ലാ തരലും അക്രമങ്ങൾ ലോകൽ പെരുകിರದ അവസ്ഥ. ಅಂದರೆ ദൈവ ഈ അവസ്ഥയിൽ നിന്ന് ಒಂದು മോചന ദൈവ ആഗ്രഹിಸುತ್ತೆ. ಮನುಷ್ಯನ ಮೋಚನ ಪಡಕೊಂದು ನಿತ್ಯമായ ಸಂತೋಷ ಅನುಭವಿಸಕೊಂದು ಸ್ನೇಹ ಸ್ವಭಾವಲು ಜೀವಿಸಕೊಂದು ದೈವ ಆಗ್ರಹಿದ್ದೆ. ಈ ಆಗ್ರಹ ದೈವ ಸ್ವಂತ ತೀರ್ಮಾനാൽ വന്നത. ಈ ಆಗ್ರಹ ಪ್ರಕಾರ ಲೋಕದ ಪಾವನೆ ರಕ್ಷಿಸಲೆ ದೈವಪುತ್ರನು ಈ ಲೋಕಕ್ಕೆ ಕടന്നു വന്നನು. ആ ദൈവപുത്രനെ കുറിച്ചപ്പത് ബൈബിൾ ಹೇಳೋದು യേശുക്രിസ്തുവിനെ കുറിച്ച്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു പാപികളെ രക്ഷ ചെയ്യലെ ഭൂമിക്ക് വന്നാണെന്ന് ಹೇಳಿ വേദപുസ്തക ധൈര്യമായി നങ്കൊഞ്ചി ಹೇಳುವುದಿದೆ. മനുഷ്യന് പാവ സ്വഭാവത വിട്ടുനില്ലലെ ആദ്യ മനുഷ്യന്ന സ്വഭാവ ദൂഷ്യ കൊണ്ട് പാവ ലോകൽ കടದ അവസ്ഥ അതാ മനുഷ്യനെ നീക്കലെ ദൈവ പ്രത്യക്ഷനാതാണ്. ഈ ലോക ദൈവ വചനാൽ അടിസ്ഥാനപ്പെട്ട് ജീവിസകന്തും ദൈവം അവനെ നിത്യമായ അവസ്ഥയിൽ ദൈവ സന്നിധിയിൽ
ದೈವ ಸ್ವರ್ಗಲು ಎತ್ತಿಸಕಂದೇಳಿ ದೈವನ ಅಭಿಪ್ರಾಯ. അതുകൊണ്ട് പാവ എന്നെഴുത ആ ಒಂದು അവസ്ഥ യേശു തന്ന സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് മനുഷ്യനെ രക്ഷ ചെയ്തത്. ഇന്ന് ലോകമുള്ള മനുഷ്യൻ ഈ സന്ദേശ കാള വ്യക്തികൾ യേശു ക്രിസ്തുവിನ ഈ വിടുതൽ, ಈ ಆಶ್ವಾಸ ಅದು ನನಗೆ ಬೇಕಾಗಿ ചെയ്തത്, ನನ್ನ ಕುಟುಂಬ ಬೇಕಾಗಿ ചെയ്തത്, ನನ್ನ ಜನಗೆ ಬೇಕಾಗಿ ചെയ്തത് ಅಂದೇಳಿ ഉള്ളില് നിങ്ങ ഹൃദയല് സ്വീകരിച്ചതല്ലേ, അത് യഥാർത്ഥമായി ആ വ്യക്തിയെ യേശുക്രിസ്തു സ്വന്തം മകനായി മകളായി സ്വീകരിച്ചലെ അവനക്ക് താല്പര്യ. നിങ്ങന അഭിപ്രായ ಏನ ಅಂದಲೇ ಈ ವಿಷಯത്തിന്മേൽ ദൈവಗ നിങ്ങനെ രക്ഷിസാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രം നിങ്ങ ജീവിതത്തിൽ ഉണ്ടാക്ക് ಅಂದೇಳಿ ദൈവಗ ಉದ್ದೇಶಿದ್ದೆ. ಆ ಉದ್ದೇಶ ಪ್ರಕಾರ ದೈವ ಈ ಲೋಕಲ್ ಕಳೆದು ಬಂದದು. ಅಂದಲೆ ಈ ಪಾಪ ಪ್ರವೃತ್ತಿ ಮನುಷ್ಯ ಹೃದಯಲು ಎಂಟಿಗ ಉರಿತಿರಿಂತು, ಅಲ್ದಲೆ ಎಂಟಿಗ ಅವನಿಗೆ ತೋನಿತ್ತು, ಅಲ್ಲದೆ ದೈವನ സന്നിധിത മനുഷ്യനെ ಎಂಟಿದ അകൽച്ച മനുഷ്യനിಗೆ ಬಂತು ಅಂದಳುವನೆ ಕುರಿച്ച് ನಿಂಗ കുറച്ച് കാര്യങ്ങൾ നിങ്ങ മനസ്സിൽ ಮಾಡೋದು ನಿಂಗ ಒಳ್ಳೇದಪ್ಪದು ಹೇಳಿ ನನಗೆ തോന്നിತು. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങ ശ്രദ്ധിಸೋದು. ദൈവ സന്നിധത മനുഷ്യനെ നീക്കലെ അന്ധകാര ശക്തി ಹೆಚ್ಚಿದ പ്ലാന് ആദ്യമ കാലഘട്ടത്തിലുള്ള അവസ്ഥ ನಂಗಗ್ಯಾರು ಗೊತ್ತು ಕಾಣೆ. പക്ഷേ യേശുക്രിസ്തുന വചന അതല്ല വേദപുസ്തക അതിന് വ്യക്തമായ ഉത്തരം കൊടുത്തില്ലേ. ആദ്യ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഏ സമയലും ദൈവനോട് സംസാരിച്ചും ദൈവനോട് കൂട്ടായ്മ കാണിച്ചും അഞ്ച് ജീവിച്ചിത കാലഘട്ടത്തിൽ ഒഞ്ചിന ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധനെ വേർതിരിച്ചലെ അന്ധകാര ശക്തി തീരുമാനിച്ചത്. ഈ അന്ധകാര ശക്തി എനിക്ക് കൂട്ടാത്ത് എന്തോടെ അല്പമായി ചിന്തിച്ചത് അത് നിങ്ങ ജീവിതത്തിൽ ഉള്ളതെന്ന് തോന്നിത്ത്. അന്ധകാര ശക്തി എന്ന ഉത്ഭവ മനുഷ്യന് ഇല്ലാத കാലല്ലേ ഇല്ലേ. ലോകല് സൃഷ്ടിജാലങ്ങൾ കാണെ, ലോകല് മറ്റുള്ള മരങ്ങളോ ചെടികളോ കാടോ പുഴയോ മൃഗോ അതുപോലെ ഒന്നും തന്നെ ആ കാലത്തില്ലേ. ആ കാലല് അന്ധകാര ശക്തി ഇല്ലേ. അന്ധകാര ശക്തിയായി എനിക വെളിപ്പെട്ടത് രൂപപ്പെട്ടത്. അന്ധകാര ശക്തി യഥാർത്ഥല് ദൈവസന്നിധിയിൽ നിന്ന ഒന്നാള്. ഈ ആള് ദൈവ ഇഷ്ടമില്ലാത്ത കാര്യ ഹൃദയല് ചിന്തിച്ചത് മുഖാന്തര, ചിന്ത വന്ന മുഖാന്തര ദൈവ ആ സ്ഥാനത അവനെ നീക്കിത്തു. ദൈവ കൊട്ട അധികാര അവന് നഷ്ടമാ ജീവിതല് അവനക്ക് നഷ്ടബന്ധു. ഈ നഷ്ട അവന്ന ജീവിതല് ഏറ്റവും ദൈവോടുള്ള മത്സര, മനുഷ്യനോടുള്ള മത്സര, പക, പിണക്ക എന്നിവ അവസ്ഥ ഈ അന്ധകാര ശക്തിക്ക് വന്നു. അന്ധകാര ശക്തി ആദിക്കുള്ള മനുഷ്യനാ. പക്ഷേ അന്ധകാര ശക്തിന ഉള്ളിലുള്ള ചിന്ത നാം ദൈവനേക്കാൾ ദൊഡ്ഡവനാ. അതുപോലെ ഇന്ദു ലോകൽ നമുക്ക് കാണുന്നതല്ല. ലോകൽ ഇന്ദും മനുഷ്യമാർ ദൈവമായി അഭിനയിച്ചതായ അനുഭവങ്ങൾ ലോകലില്ലേ. എന്തളിത മാതിരി ദൈവനേക്കാൾ ദൊഡ്ഡവൻ നാണ് എന്തളിത ആ ചിന്ത ഈ വ്യക്തിയിൽ ഉള്ളില് കടന്നുകൂടിത്ത്. ആ അവസ്ഥ ദൈവം ഇർത്തത്ത് അത് അഞ്ചേ ദൈവനെ തിരസ്കരിച്ചതായ നഷ്ടമാക്കിയ ആ അവസ്ഥ അവന്ന ജീവിതത്തിൽ വന്നക ദൈവം അവനെ അവൻ അധികാരത തള്ളിക്കളയുന്നിടയാ. ഈ വൈരാഗ്യ ദൈവത്തോടും മനുഷ്യരോടും എല്ലാ കാലവും ഈ ശക്തിക്ക്. ഈ ശക്തി എക്കാലവും മനുഷ്യനെ അടിമപ്പെടുത്തി മുന്നോട്ട് നയിച്ച അനുഭവപ്പത് എല്ലാ ആൾക്കാരുടെ ഇടയിലും നമുക്ക് കാണുന്നു. പ്രധാനപ്പെട്ട കാര്യ ലോകല് മനുഷ്യവർഗക്ക് ഏറ്റവും ദോഷം ചെയ്യുക ഈ ശക്തി എന്നുള്ളത് ദൈവശക്തിയല്ല. ദൈവ എക്കാലവും മനുഷ്യനെ സ്നേഹിച്ച ഒന്നാളാ. അന്തലെ അതിലുപരിയായി ഈ നഷ്ടപ്പെട്ട വ്യക്തി, ഈ അന്ധകാര ശക്തി ദൈവത്തിൽ നിന്ന് അകന്ന ആ വ്യക്തി ദൈവ സന്നിധിത മനുഷ്യനെ അകറ്റി 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 വളരെ ദൂരെ കൊണ്ടുപോയ അവസ്ഥ ഇന്ന് ലോകക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഇടയിലും അത് ഏറ്റവും കൂടുതൽ ബലപ്പെട്ട അവസ്ഥ. അതെന്താ ആദിവാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബലപ്പെട്ട അവസ്ഥ അത് ലോകല്. അത് മുഖാന്തര മനുഷ്യൻ കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച അവസ്ഥ. ഈ അവസ്ഥ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് മാറക്ക്. ഈ അവസ്ഥ മാറ്റലേക ആകലും യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തുന വരവന ഉദ്ദേശ ഈ ലോകലുള്ള ആൾക്കാർ ഒരിക്കലും ദൈവസന്നിധിയിൽ എത്തിപ്പെടൽ പാടില്ലേ എന്നുള്ളതിൽ ആ അവസ്ഥയ്ക്ക് മാറ്റ വരുത്തലേ. അതിലെ അന്ധകാര ശക്തിന പിടിയിൽ, പൈശാചിക ശക്തിന പിടിയിൽ പെട്ട ജീവിതങ്ങളെ രക്ഷിച്ചലേ ഈ കാല യേശുക്രിസ്തു വന്നത്. ആ യേശുക്രിസ്തു വന്നെന്ന ഉദ്ദേശം മനസ്സിൽ മാടി യേശുക്രിസ്തുന സന്നിധിയിലേക്ക് കടന്നു വരുന്ന ആളിനെ യേശുക്രിസ്തു രക്ഷ ചെയ്യലെ എന്തും സന്നദ്ധന. നിങ്ങ ഹൃദയമായി നിങ്ങ യേശുക്രിസ്തുന ആ ജീവിതലെ ಬರದಂತ ಹೇಳಿದಲೆ യേശുക്രിസ്തു നിങ്ങനെ രക്ഷിച്ച ചെയ്തಲೆ.
ഏറ്റവും ಯೋಗ್ಯನಾയി ಇಂದುಂ ನಂಗ ದಂಡಿದ್ದೇನೆ, യേശുക്രിസ്തു ಇಂದುം ನಂಗ കൂടിದ್ದೇನೆ, യേശുക്രിസ്തു ನಂಗಾಗ ಸಮಾಧಾನ ಸಂತೋಷം ಕೊಟ್ಟಾನು, ರೋಗಗಳು ದುಃಖಗಳೆಲ್ಲ ಮಾರಿ ಸಂತೋಷ ಅನುಭವಿಸ ಒಂದು ಅನುಭವ ನಿಂಗ ಜೀವದಲ್ಲೂ ನಿಂಗಾಗೂ ಅನುಭವಿಸಬಹುದು. ಅದು യേശുക്രിസ്തു ನಂಗ ವಾಗ್ದತ್ತ ಕೊಟ್ರ ಅವಸ್ಥೆ. ദാഹ ഉള്ളവർ നന്ന തണയിൽ വരാലി. ദാഹ ധാളക നീർ കുടിപ്പിലുള്ള ദാഹ, അതുപോലെ വിശപ്പുള്ള ദാഹ, പല വിധമുള്ള ദാഹ. ಇಲ್ಲಿ ಒಂದು ಗ್ರಾಮಲ್ ಒಂದು ಸ್ತ್ರೀಯೋട് ഉള്ള ಸಂಭಾಷಣ ನಂಗೆ ശ്രദ്ധിಸಬಹುದು. യേശുക്രിസ്തു ಆ ಸ್ತ್ರೀ ದೂರದೇಶದ ಅವರ ಗ್ರಾಮದ ನೀರು ಕೋರಲೆ ಕೆಂಟಿನ ಕರೆಗೆ ಬಂದದು. ಆ ಸ್ತ್ರೀಯೋട് യേശുക്രിസ്തു ಹೇಳಿದಾನು, ನನಗೂ ಲೇಸ ನೀರು ಬೇಕು, ഈ നീര് ನನಗೆ കുടിപ്പലെ ഉടലെ നിനക്ക് സാധിച്ചത്. യേശുക്രിസ്തു ഈ സ്ത്രീയോടുള്ള സംഭാഷണ, ആ നീരിനെ കുറിച്ചുള്ള അഭിപ്രായ, ആ നീര് വളരെ ആളുള്ള, അത് നിന്ന കയ്യിൽ പാത്ര കാണില്ലാതെ എത്തലെ. ആ യേശുക്രിസ്തു ಹೇಳಿದಾನು, ನಿನ್ನ ಜೀವದ ಅವಸ್ಥೆ അതുപോലെ ಜೀವದ ಅವಸ್ಥೆ എല്ലാം യേശുക്രിസ്തു ആ സ്ത്രീയോട് സംസാരിച്ചലേ ഇടയായിത്തീർത്ത്. ಆಗ ಸ್ತ್ರೀಗೆ ಮಾತ್ರ ಗೊತ್ತುള്ള ಆ ಒಂದು ಅಭಿಪ್ರಾಯ, ಸ್ತ್ರೀನ ಜೀವದಲ್ಲಿ ಸಂಭವಿಸಿದ ಕಾರ್ಯ ಒಟ್ಟಿಗೆ ಈ യേശുക്രിസ്തു ಆ ಸ್ತ್ರೀയോട് സംസാരിച്ചലേ ഇടയായിത്തീർത്ത്. ಆಗ ಸ್ತ್ರೀ, ಈ ವ್ಯಕ್ತಿ ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಲ್ಲ, ನನ್ನ ಜೀವದಲ್ಲಿ ಸಂಭವಿಸಿದ ಅನೇಕ ಕಾರ್ಯങ്ങളും, ಈ ಸ್ತ್ರೀ ನನ್ನ ಜೀವದಲ್ಲಿ ಸಂಭವಿಸಿದ ಎಲ್ಲ ಕಾರ್ಯങ്ങളും ಈ ವ್ಯಕ್ತಿ ನನ್ನೊಂದಿಗೆ ಹೇಳಿದಾಗ, ಇದು ಸಾಧಾರಣ ಮನುಷ್ಯನಲ್ಲ, അതുകൊണ്ട് ಈ ಮನುಷ್ಯನ ದೈವನ ಸನ್ನಿಧದ ಒಂದ ಆಳ ಅಂತ ಹೇಳಿ ಮನಸ್ಸಲ್ಲಿ ಮಾಡಿಟ್ಟು ತನ್ನ ಗ್ರಾಮಲ್ ಹೋಯಿ ತನ್ನ ಆಳ್ಕಾರನೆ ಕೂಟಿ ಆ ಗ್ರಾಮಲ್ ತಿಂಗಿದ್ದ ಅನೇಕ ಆಳ್ಕಾರನೆ ಕೂಟಿ ಈ യേശുക്രിസ്തുവിನ ತಣೆಗೆ ಬಂದು ಸಂಭಾಷಣ ಕೇಳಲೇ ಇಡೆಯಾಯ್ತಿರ್ತು. ಈ ಸಂಭಾಷಣಲು യേശുക്രിസ്തു ನಾನು ಅನೇಕ ಆಳ್ಕಾർക്ക് ನಿತ್ಯ ദാനമായി ಕೊಡಲೆ വന്ന ആളെന്നും യേശുക്രിസ്തു മുഖാന്തരം ഉള്ള ആ ജീവിതത്തിൽ ഉള്ള പ്രത്യാശ, രോഗ, ദുഃഖ, പ്രയാസ എല്ലാം മാറ അനുഭವ ലോകല് എല്ലാ ജനങ്ങൾക്കും ಕೊಡಲೆ ഉള്ള ವ್ಯಕ್ತಿಯ ಪದಂಧಳಿ ಉಳ್ಳ ಸಂದೇಶ യേശുക്രിസ്തു ಆ ಗ್ರಾಮലുള്ള ആൾക്കാരഞ്ചിಗೆ ಹೇಳುದಿದ್ದೆ. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഈ സന്ദേശം കേളിട്ടു യഥാർത്ഥമായി ഇത് ദൈവന വചനമെന്നും ദൈവസന്നിധത വന്ന ആളെന്നും അവർ തങ്ക ഉള്ളിൽ വിശ്വസിച്ച് അവർ യേശുക്രിസ്തുവിನ വാക്കുകളെ അവരുടെ ഹൃദയം കൈക്കൊണ്ട് യേശുക്രിസ്തുവിನ ಪ್ರಮಾಣ അനുസരിച്ച് തന്ന വചന അനുസരിച്ച് ജീവിസലെ അവർ തയ്യാറായവർ. ഇതുപോലെ നിങ്ക ജീവിതത്തിൽ പാവപ്പങ്കിലമായ ജീവിത നൈസ ആള് എന്ന് എഴുതലെ, അനേക വിഷയങ്ങളിൽ അകപ്പെട്ട ആളെന്ന് എഴുതലെ, നിങ്ങൾ മദ്യപാന മൂലോ ബെറിക്കുത്തി മൂലോ അതുപോലെ മറ്റുള്ള ദോഷപ്രവൃത്തികൾ മൂലോ എല്ലാ അവസ്ഥയിലും ദൈവ ഇവർക്ക് ಒಳ್ಳೆ ಒಂದು ಅನುಭವ ಕೊಡಲೆ ದೈವ ಇಂದು ಸನ್ನದನ ನಿಂಗ ದೈವ ಸನ್ನದ ಕಾರ್ಯങ്ങളെ ಹೇಳಿ ಏಪಿಸೋದು ಹೇಳಿದಲೆ ದೈವ ಪರಿಪೂರ್ಣമായി ನಿಂಗನೆ രക്ഷിച്ചയലെ ദൈവ ಇಂದುം ഒരുക്കാപ്പത് ദൈവ സന്നയിൽ നിങ്ക വിഷയങ്ങളെ ഏൽപ്പിസതു. ദൈവന വചനടിസ്ഥാനാല് നിങ്ക ജീവിത ക്രമപ്പെടലെ ഇടയായിത്തീരാലി ദൈവ നിങ്ങളെ സഹായിച്ചാലേ ദൈവ ಇಂದುം ಅನೇಕ ആൾക്കാരനെ സഹായിച്ചാലേ ഭാഷ അതുപോലെ വർഗ വ്യത്യാസ ഇല്ലാതെ എല്ലാ ആൾക്കാരനെയും സഹായിച്ചാല് ദൈവ സന്നദ്ധനാവാതെ നിങ്ക ദൈവഞ്ചെಗೆ ഈ കാര്യങ്ങൾ ಹೇಳೋದು. ദൈവ നിങ്ങനെ ಇಂದುം സ്നേഹിച്ചതാണ്, ദൈവ ಇಂದುം നിങ്ങനെ സംരക്ഷിച്ചതാണ്. ദൈവ സന്നയിൽ നിങ്ക വിഷയങ്ങളെ ഏൽപ്പിച്ചത് ദൈവ ಇಂದುം അത് ഒരുക്കാപ്പാകും. വളരെ ശാരീരിക മാനസിക അവസ്ഥകൾ നിറഞ്ഞ ಒಂದು ಲೋಕಲಿಗಲು നമുക്ക് ഒന്നൊന്നാളും ജീവിച്ചത്. ലോകല് ഈ അവസ്ഥ മനുഷ്യന് വന്ന അവസ്ഥ നേരത്തെയുള്ള ഭാഗങ്ങളിലെല്ലാം വിവരിച്ചലെ ഇടയായിത്തീരുകയെ. അതേപോലെ ആ അവസ്ഥയിൽ മാത്രം നിങ്ക ജീവിച്ച് ഈ ലോകത മരണപ്പെട്ടു ಹೋಗಂದಳಿ ദൈവക അശേഷ ആഗ്രഹക്കാണ്. നിങ്ക അവസ്ഥയിൽ നിന്ന് ಒಂದು മോചന പ്രാപിച്ച് ദൈവ സന്നിധിയില് ദൈവക ഉപയോഗിച്ചരെ പറ്റിದ ജീവിത രീതിയായി ഒന്നൊന്നാളും തീറാക്ക് എന്തಳಿ ദൈവന ആഗ്രಹ. ദൈവ ആ അവസ്ഥയിലേക്ക് നിങ്ങനെ ഒന്നൊന്നാളും ക്ഷണിച്ചു. ആ ക്ഷണം നിങ്ക എപ്രകാരം സ്വീകരിച്ച് ദൈവന വചനപ്രകാരം നിങ്ക ഉള്ളില് ദൈവ വചന സ്വീകരിച്ച് നിങ്ക കടന്നു പറയുന്നത് ಹೇಳಿದರೆ ദൈവ ಇಂದುം നിങ്ങനെ മാറോട് ചേർത്ത് നിങ്ങനെ ആശ്വസിപ്പിച്ച് നിങ്ക അവസ്ഥയ്ക്ക് വ്യത്യാസപ്പെടുത്തി നിങ്ക മനസ്സിൽ സമാധാന സന്തോഷം നൽകി നിങ്ങനെ ಒಂದು മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതി ನಿಂಗ ಜೀವದಲ್ಲೂ ಬಂದದು ಎಂದು ಹೇಳಿದಾಗ ಯಾವುದೊಂದು ತಡಸೋ ಕಾಣ. യേശുക്രിസ്തു മുഖാന്തരം ഈ ജീവിത നൈസലെ നിങ്ങനെ ദൈവ ക്ഷണിಸುವಿದ್ದೆ. ആ ക്ഷണ സ്വീകരിച്ച് നിങ്ക ദൈവസന്നിധിയിൽ കടന്നു വരല തീരുമാനം എത്തക്ക്. ദൈവസന്നിധിയിൽ കടന്നു പറക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇജ്ജെ അതുപോലെ മറ്റുള്ള ആൾക്കാർന്ന ഉപദ്രവങ്ങൾ ഇദ്ദത്. പക്ഷേ യേശുക്രിസ്തു ആ അവസ്ഥക്കെല്ലാം വ്യത്യാസം നൽകി നിങ്ങനെ പരിപൂർണമായി രക്ഷസേവയിലെ അവൻ പ്രാപ്തനാപ്പത് നിങ്ക ജീവിത അവന്ന കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. യേശുക്രിസ്തുവിനെ നിങ്ങനെ സ്നേഹിച്ചതാന്ന് ಹೇಳಿ ಹೇಳಲಿಡೆಯಾಯ್ತಿರ್ತಲ್ಲ. യേശുക്രിസ്തുവിനെ ನಿಂಗಾಗಿ ಎಂತಿಗ ನಿಂಗ ಉಳ್ಳುಲು ನಿಂಗಾಗಿ ಸ್ವೀಕರಿಸಲು ಸಾಧಿಸೋದು. യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായി നിങ്ക മനസ്സോടെ നിങ്ക തുറന്നു ಹೇಳೋದು. ദൈവമേ, ನಾನು ಇಂದುವರೆയും ನನ್ನ ಸ್ವಂತ ಅಭಿಪ್ರಾಯ പോലെ ജീവിച്ചതിനും
ನನ್ನ ಸ್ವಂತ ಅಭಿಪ್ರಾಯ പോലെ ನಾನು ನಡೆದಿನ ಈ ಅವಸ್ಥೆ ಮಾറ്റി ನಿನ್ನ ಮಗನಾയി ನಿನ್ನ ಮಗಳಾയി ನನ್ನ ತೀರ್ಸಾಕ ನಾನು ಒಂದು ಒಳ್ಳೆ ಅವಸ್ಥೆಯಲ್ಲಾയി തീരുവാൻ ദൈവ ನನ್ನ സഹായിസാക്ക് നീന് അത് ನನ್ನ സഹായിസാക്ക് ദൈവമേ നീನು ಅದು ಬೇಕಾയി ನನ್ನೆ ಪೂರ್ಣമായി ನಿನ್ನ ಕೈಲಿ ಏಲ್ಪಿಸೋದು ನೀ ನನ್ನೆ ಅದಕ್ಕೆ ಬೇಕಾಗಿ ಶಕ್ತೀಕರಿಸಾಕ ನನ್ನ ಅವಸ್ಥೆ ಎಲ್ಲ ಮಾತಕ ನನ್ನ ರೋಗಗಳೆಲ್ಲ ಮಾತಕ ನನ್ನ ಜೀವದಲ್ಲಿ ಬಂದ ಪಾಕಪಿഴകളെಲ್ಲ ನೀನು ക്ഷമിച്ച് നന്നെ മകനായി മാത്തക ദൈവമേ ഇന്നു മുതൽ നിന്നെ നിന്റെ വചനടിസ്ഥാനൽ ഞാൻ ജീവിസലെ താല്പര്യപ്പെടുന്നു അതുക്ക് നിന്നെ ഒരുക്കമായി നന്നെ പൂർണ്ണമായി നീ നന്നെ സഹായിസാക്ക് ദൈവമേ ഈ വിഷയത്തിന്മേൽ നിന്ന കയ്യിൽ നന്നെ ഏൽപ്പിച്ചതു. യഥാർത്ഥമായ യാത്രകളുള്ള പാത തിരഞ്ഞെടുക്കലുള്ള അവകാശം. നാട്ടുപുറങ്ങളിൽ ಒಂದು ವ್ಯಕ್ತಿ യാത്രയെക്കുറിച്ച് അല്പമായി വിവരിച്ചാൽ ആ ഗ്രാമങ്ങളിലൂടെ ആ നാട്ടുപുറങ്ങളിലുള്ള ആ പാതയിൽ കൂടി ಒಂದು കാളവണ്ടി യാത്രക്കാരാണ് എനിക്ക് യാത്ര ചെയ്യുക അവസ്ഥ. ഈ യാത്ര മധ്യേ അനേക ദൂര സഞ്ചരിച്ചതിന് ശേഷം ಹೋದന്ന ശേഷം അനേക വഴികളായി തിരുന്ന ಒಂದು ഇടയ്ക്കിത്ത് ഈ റോഡുದ ಅನೇಕ ದಾರಿಗಳು ಬೇರೆ ಬೇರೆಯಾയി ಹೋಪ ಅನೇಕಡ. ಈ ಕಾಳವಂಡಿಕಾರನ ಒಂದು ಸಂಶಯ, ಇದು ಏದು ದಾರಿಲಿ ಹೋದಲೆ ನನಗೆ ಎತ್ತലുള്ള ತಲಲು ತವುದು യഥാർത്ഥമായി ಒಂದು ನಿಶ್ಚಯ ಅವನ ಜೀವಿತದಲ್ಲಿ ಇತ್ತಿಲ್ಲೇ ಎಂದು ಹೇಳಿ ಈ യാത്ര വിവരണ ನಂಗೊಂಜಿಗೆ ಹೇಳೋದಿದ್ದೆ. കാരണം ഈ ലോകലിറക യഥാർത്ഥമായ ധാരിനെ കുറിച്ച് യഥാർത്ഥമായ ಒಂದು കാഴ്ചപ്പാട് ನಂಗಾಗಿ ಇಲ್ಲದಲೆ ನಂಗ യാത്ര ചെയ്യുന്നത് ನಂಗ തോന്നുന്ന പോലുള്ള ದಾರಿಲಾರಿಸ್ತದು. അത് എത്തിപ്പെടുವುದು ഭയങ്കര മോശമായ അവസ്ഥയിലും അതാപ്പത് ലോകലുള്ള ಇಂದಿನ ಅವಸ್ಥೆ. മനുഷ്യന് ಇಂದು ദൈവങ്ങളെ കരുവതിದ್ದೆ പ്രാർത്ഥിച്ചതിದ್ದೆ. പക്ഷേ മനുഷ്യന് യഥാർത്ഥമായ ದಾರಿനെ കുറിച്ചവ ചിന്തിച്ചതു, യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ചവ ಅವನ ಆಲೋಚನೆ ಎಂದು ಹೇಳಿ ಮನುಷ್ಯನ ಇದುವರೆ ಗೊತ್ತು ಕಾಣೆ. ಅದರ ಅವಸಾನ ನಿಮಿಷ ಅಪ್ಪದು ಒತ್ತಪ್ಪದು ನಾನು ಅಗಪಟ್ಟದು ವಲ್ಲಾತ ಅವಸ್ಥೆಯಲ್ಲಿ ಹೊತ್ತು ಅಂದುള്ളത്. പക്ഷേ ആക ನಂಗ ഇതിനെക്കുറിച്ച് ദുഃഖിച്ചോട്ട് കാര്യം കാണെ. അതുകൊണ്ട് ലോകാല് ഇന്ന് നിങ്ങ ജീവിസക ദൈവവും നിങ്ങും ആയിട്ടുള്ള ബന്ധ സ്ഥിരീകരിസാക്ക്, അതിനെ സ്ഥിതപ്പെടുത്താക്ക്, അതിനെ നിരസ്തപ്പെടുത്താക്ക്, അതിനെ നിങ്ങ ജീവിതത്തിൽ ഏറ്റുകൊള്ളാക്ക്. ಆಗ ಸತ್ಯമായി ಈ ದಾರಿನೆ ಕುರಿച്ച് ಕಲಿಸ ನಂಗಾಗಿ ಮನಸ್ಸು ಮಾಡಿಕೊಡೋ ಒಂದು ವ್ಯಕ್ತಿ യേശുക്രിസ്തു. യേശുക്രിസ്തു ಹೇಳೋದಿದೆ, ನಾನ್ മാത്രമാണ് ഈ ലോകಗಳ വഴി, അതുപോലെ സ്വർഗಗಳ വഴി. നാൻ മാത്രമാണ് അല്ലിಗಳ വഴി. അതുകൊണ്ട് നാൻ മുഖാന്തരമാ ಅಲ್ಲಿ ಎತ್ತಲು ಸಾಯಿಸೋದು, ನಾನ್ ಮುಖಾಂತರ ಮಾತ್ರಮೇ ನಿಂಗಾಗಿ ಸ್ವರ್ಗಲೆತ್ತಲು ಸಾಯಿಸೋದು. ಅದು യേശുക്രിസ്തുನ ವಾಗ್ದತ್ತ, ಅದು ഉറപ്പും ധൈര്യമുള്ളതാപ്പത്. യേശുക്രിസ്തു ഒരിക്കലായി ಈ ಪಾದೆ ಅಲ್ಲದೆ ದಾರಿ യേശുക്രിസ്തു ಹೇಳಿರೋ ಪ್ರಕಾರ ನಿಂಗ ಜೀವದ യേശുക്രിസ്തുಗೆ ಸಮರ್ಪಿಸೋದೆಂದಿಲ್ ದೈವ ಪರಿಪೂರ್ಣമായി ನಿಂಗನೆ ರಕ್ಷಿಸಲೆ ಅವನು ಮದಿಯಾಯವನ. ಅವನೊಂದಿಗೆ ನಿಂಗ ಕಾರ್ಯಗಳು ಹೇಳೋದು, ದೈವಮೇ ನನ್ನ ಜೀವದಲ್ಲ ಸಂತೋಷ ನನಗೆ ಮಡಕಿ ತರ, ನನಗೆ ಮಡಕಿ ಕೊಡಾಕ ದೈವಮೇ ನನ್ನ ಜೀವದಲ್ಲಿ ಬಂದದಾಯ ಪಾಗಪಿഴകൾ ನೀನು ಕ್ಷಮಿಸಾಕ, ನೀನು ನನ್ನೆ ರಕ್ಷಿಸಲೆ, ನೀನು ಮರಣಪಟ್ಟಂತ ಹೇಳಿ ನಾನಾಗ ವಿಶ್ವಾಸ ಇದ್ದೆ. ಆ ವಿಶ್ವಾಸ ಅಡಿസ്ഥാനത്തിൽ ദൈവമേ നീ നന്നെ രക്ഷിസാക്ക, ನನ್ನ ಎಲ್ಲ ಅವಸ್ಥೆಗೂ ನೀನು ವ್ಯತ್ಯಾಸ ಕೊಡಾಕ. ദൈവമേ ഈ അവസ്ഥ മാറി ನನ್ನ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാക്കും. ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ അത് മറ്റുള്ളവർക്കും ഏർപ്പലിടയായിത്തീരാക്ക്. ನನ್ನ ಜೀವದ ಮುಖಾಂತರ മറ്റുള്ളവരും അതിനെ ഏർപ്പലിടയായിത്തീരാലേ, മറ്റുള്ളവരും അതിനെ അനുഗമിಸಲೇ ഇടയായിത്തീരാലേ ಎಂದು ಹೇಳಿದ ಆಗ್ರಹവും ನಿಂಗಾಗ ಸಮರ್ಪಣവും ಇದ್ದಲೇ ಸ್ವರ್ಗ യേശുക്രിസ്തു ನಿಂಗನೆ ಸ್ವರ್ಗಾಗ ಸ್ವೀಕರಿಸಲೇ ഏറ്റവും ശ്രേഷ്ഠനാപ്പത്. നിങ്ക യേശുവിനൊಂದಿಗೆ ನಿಂಗ ಪಾವಗಳೆಲ್ಲ ಏറ്റുಹೇಳಿ ഉപേക്ഷിച്ചതു ദൈവം നിങ്കനെ ഒതുകിಬೇಕಾയി സഹായിಸಲೇ ഈ സന്ദേശ നിങ്ങൾക്കും ഏറ്റവും അനുഗ്രഹമായി തീരാലി എന്നതാണ് ഈ സമയ ಹೇಳೋದು. മനുഷ്യനക്ക് വര രോഗങ്ങൾ. കൂട്ടുകാരെ, മനുഷ്യനക്ക് പലവിധ രോഗന അടിമലികളും ലോകമൊത്ത. അത് പ്രായമുള്ളവർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാം രോഗങ്ങളും വറതിജ്ജെ. പലവിധ രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുവതിജ്ജെ. ചില രോഗങ്ങൾ ചികിത്സയിൽ ഭേദമാകാതെ അവർ നഷ്ടപ്പെട്ടു ಹೋಗೋದಿಜ್ಜೆ. പക്ഷേ ಈ ರೋಗ ಶರೀರಲ್ ಮಾತ್ರಮ ನಂಗ ಕಾಣೋದು, ನಂಗ ಈ ಶರೀರಲ್. പക്ഷേ വേദപുസ്തക ಒಂದು അവസ്ഥയും കൂടെ ನಂಗ ശരീരനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും വെളിപ്പെടുത്തുವುದಿಜ್ಜೆ. ഈ രോഗ ആത്മാവിലും വറದಿಜ್ಜೆ ಎಂದು വേദപുസ്തക ಹೇಳೋದಿಜ್ಜೆ. ആത്മാവിൽ രോഗ അത് ചികിത്സ കാണെ, ഈ ലോകപ്രകാര അത് ചികിത്സ കാണെ. ഈ ലോകപ്രകാരമുള്ള ചികിത്സ അത് ഉത്തമ ಅಲ್ಲ. ಕಾರಣ ഇത് ആത്മാവ് വരെ രോഗ ദൈവവചനാൽ മാത്രമേ അത് ചികിത്സയുള്ളൂ. അത് യേശുക്രിസ്തുന ವಚನ ಮುಖಾಂತರಂ, യേശുക്രിസ്തുന ಆ ವಾಗ್ದತ್ತ ಮುಖಾಂತರಂ ನಂಗಾಗ ಆತ್ಮಾವನ ರೋಗ ಮಾറ്റി ನಿತ್ಯ ಅವസ്ഥ ನಂಗನ ಜೀವದಲ್ಲಿ ಬರಲೇ യേശുക്രിസ്തു ಇಂದು ಆಗ್ರಹಿಸಿದಾನ. ನಿಂಗಾಗ ಆ ಆಗ್ರಹ ಇದ್ದಲೇ ನಿಂಗಾಗೂ ಆ ಆಗ್ರಹ ನಿಂಗ ಜೀವದಲ್ಲಿ ഏറ്റവും ಆ ಅನುಗ್ರಹമായി തീരാലി ಎಂದು ಹೇಳಿ ದೈವವಚನ ಮನುಷ್ಯನೊಂದಿಗೆ ಆಹ್ವಾನ ചെയ്യുವುದಿದೆ.
യേശുക്രിസ്തു മുഖാന്തരമുള്ള ആത്മാവെന്ന രക്ഷ ഈ നാളുകളിൽ നിങ്ക ജീവിതലും നിങ്ക ചിന്തയിലും ഈ നാളുകളിൽ ഉരുത്തിരിഞ്ഞു വറാലി ദൈവ നിങ്ക അതുಬೇಕಾയി നിങ്ങനെ അനുഗ്രഹിച്ചാലി എന്ത് ദൈവവചന നങ്ങോട് ആഹ്വാന ಹೇಳುವುದಿದೆ. യേശുക്രിസ്തു ಎಲ್ಲವಿಧ രോഗനെയും ആ ആളുകൾക്ക് ആശ്വാസ ಕೊಟ್ಟು അവർ രോഗ വിമുക്തമായി സന്തോഷമുള്ളവരായി ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചത അനുഭവം വേദപുസ്തക വ്യക്തമായി ಹೇಳುವುದಿದೆ. ആ കാലത്ത് അനേക നാളുകൾ രോഗാൽ ഭാരപ്പെട്ട് ಒಂದು വ്യക്തി എന്ന ചരിത്ര വേദപുസ്തക ಹೇಳುವುದಿದೆ. അനേക നാളുകളായി ഈ രോഗ വഹിച്ച് ഈ രോഗ കൊണ്ട് കഷ്ടപ്പെട്ട് അവന് ಒಂದು വിടുതലുക ಒಂದು ആശ്വാസകಬೇಕಾയി അനേക മരുന്നുകൾ അനേക വൈദ്യന്മാരെ അനേക ഡോക്ടർമാരെ ചികിത്സിച്ച് പക്ഷേ ഒരിക്കലും ആ അവസ്ഥയ്ക്ക് അവന്ന ജീവിതത്തിൽ വ്യത്യാസം വന്നില്ല. പക്ഷേ യേശുക്രിസ്തു ആ ധൈര്യം ಬಂದಾಗ യേശുക്രിസ്തു ഈ മനുഷ്യನ അവസ്ഥ കണ്ട് ആ രോഗക്ക് അവന് വ്യത്യാಸ ಕೊಟ್ಟಾನು. ആ രോഗ എന്നേക്കും അവನ ശരീരം വിട്ട് അവന് സന്തോഷ അനുഭവിച്ചലെ അനുഭവമായി തീർത്ത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളതായി തീർത്ത്. അതുപോലെ നങ്കതായ ഈ വിഷയങ്ങൾ നങ്കതായ ചിന്തകൾ അത് മോഷ്ടിക്കുക എന്താ ചിന്ത വ്യഭിചരിച്ച എന്താ ചിന്ത അതുപോലെ തന്നെ മറ്റുള്ളവനെ നമുക്ക് ദേഷ്യസാക്ക് മറ്റുള്ളവനെ ഏത് രീതിയിലും നമുക്ക് ഉപദ്രവിസാക്ക് എന്താ ചിന്ത ಇಂತುള്ള ചിന്താശക്തിനെ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയ ಕೊಡಲೆ ಅವನು മതിയായവന്. യേശുക്രിസ്തു സകല അധികാരമുള്ളവനാതുകൊണ്ട് ഇത് ഈ അവസ്ഥയെല്ലാം മനുഷ്യನ ജീവിതത്തിൽ വ്യത്യാസ ಕೊಡಲೆ യേശുക്രിസ്തു കൊണ്ട് സാധിച്ചത്. ಅವನು ಸೌಖ್ಯವಾಗನವನು, ಅವನು ನಂಗೆ ಆಶ್ವಾಸ ಕೊಡವನು, ಅವನು ನಂಗೆ ನಿತ್ಯಜೀವನ ಕೊಡವನು, ಅವನು ಇಂದುം ജീവിച്ച വ്യക്തി. അതുപോലെ ദുഷ്ട കൃത്യങ്ങൾ ചെയ്യുക മനുഷ്യനെ നശിപ്പിച്ച ആ അനുഭവ ನಂಗೆ ജീവിതത്തിൽ ഇದ್ದലെ അതിനെല്ലാം ಮಾತಲೆ യേശുക്രിസ്തു ಕಳಿದಾದ. നിങ്ങൾക്ക് ಒಂದು ನಿಮಿಷ യേശുക്രിസ്തുക്ക് ഉള്ള മനസ്സ് ಕೊಟ್ಟಲೆ ಸಾಕು. യേശുക്രിസ്തു ಆ ಅವಸ್ಥೆಗೆಲ್ಲ ವ್ಯತ್ಯಾಸ ಕೊಟ್ಟು ನಿಂಗನೆയും രക്ഷിച്ചലെ അവൻ ഇന്നും സന്നദ്ധനമാണ്. ಸ್ನೇಹಿತರೆ, ದೈವ ಆತ್ಮೀಯമായി ನಿಂಗ ಜೀವದಲ್ಲಿ ಸಮೃದ್ಧಿ ಕೊಡಲೆ ಇಂದು ಆಗ್ರಹವೋ ಅವನಿಗಿದ್ದೆ. ದೈವ ಆಗ್ರಹಿಸ രീതിയിൽ നിങ്ങന ജീവിതം അവന്ന സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ಹೇಳಿದರೆ നിങ്ങന അവസ്ഥയ്ക്ക് വ്യത്യാസ വന്നത്. നിങ്ങ ഏതുവിധ വിഷയലാവോ ഭാരപ്പെടുതോ ഏതുവിധ പ്രശ്നങ്ങളോ നിങ്ങനെ ഞെരുക്കതോ കടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ കടഭാരങ്ങൾ ഇതെല്ലാം ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ಹೇಳಿದರೆ ദൈവ നിങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിശ്ചയമായി നിങ്ങന ദുഃഖ എല്ലാം തീർത്ത് സന്തോഷം അനുഭവിച്ച ಒಂದು ಅನುಭವ നിങ്ങൾക്ക് ಕೊಡಲೆ ಅವನು മതിയായവന്. ಎರಡು ಜನനെ കുറിച്ച് വേദപുസ്തകങ്ങളിലെ രണ്ട് ജനന ಒಂದು ಮನುಷ್ಯನ ಜೀವದಲ್ಲಿ രണ്ട് ಜನನ ಇದ್ದೆ ಎಂದು വേദപുസ്തക വ്യക്തമായി നമ്മോട് ಹೇಳುತ್ತೆ. രണ്ട് ಜನನ ಎಂದಲೆയാണ് ಈ ಲೋಕ ಪ್ರಕಾರ ಒಂದು ಹೂವಿಗೂ ಅಪ್ಪನಿಗೂ ಜನಿಸಿದಲೆ ಅದು ಈ ಲೋಕಲ್ ಮಾತ್ರ ಜೀವಿಸಲೆ ಮതിയായത്. ഈ ലോകപ്രകാര ഉള്ള ജനന നങ്ക ഈ ലോകലുള്ള ജീവിത ഈ ലോകലുള്ള ജീവിതന ശേഷ നങ്ങൾക്ക് സ്വർഗദേശല് എത്തലെ ഈ ലോകലുള്ള ജനന കൊണ്ട് സാധ്യമല്ല. അത് വീണ്ടും ಒಂದು ജനന നങ്ക ജീവിതല് ആവശ്യ. ഈ ഭൂമിയിൽ ജീവിസലെ ഈ ലോകല ജനന കൊണ്ട് സാധിച്ചത് അത് ഈ ലോകൽ മാത്രമേ അത് ഉപകാരമുള്ളൂ. കാരണം അത് ಒಂದು ಉದಾಹರಣ, ഈ ലോകൽ പലവിധ ജന്തുജാലങ്ങളില്ലേ. ആ ജന്തുജാലങ്ങളിൽ മീനിനെ എടുത്ത് കരയിലിട്ടലെ അത് ಒಂದು നിമിഷ കൊണ്ട് അത് മരണപ്പെട്ടത്. കാരണം അത് കരയിൽ ജീവിസലുള്ള സാധ്യത അത് കാണെ, കരയിൽ അത് ജീവിസലുള്ള സ്വാതന്ത്ര്യം അത് കാണെ, അത് നീരിൽ മാത്രമേ അത് ജീവിസത്. എന്ന് ಹೇಳಿದ മാതിരി മനുഷ്യನ അവസ്ഥയും ഇതുപോലെയാണ്. മനുഷ്യನ ലോകൽ ಒಂದು ಪ್ರಸ ಜನನ ನಡೆದಲೆ ಅವನಿಗೆ ಈ ಲೋಕಲ್ ಮಾತ್ರಮೇ ಜೀವಿಸಲೇ ಸಾಧ್ಯമുള്ളൂ. പക്ഷേ ಸ್ವರ್ಗಲೆತ್ತಕಂತ ಹೇಳಿದಲೆ ಈ ಜೀವಿತ കൊണ്ട് ಸಾಧ್യമಲ್ಲ. ಹಿಂದೆಯೋ ನಂಗಾಗಬೇಕಾയി ಭೂಮಿಗೆ വന്ന നങ്കന പാപ സംബന്ധമായി മരണപ്പെട്ടോത യേശുക്രിസ്തു മുഖാന്തരം സ്വർഗലും ദൈവന സന്നിധിയിലും എത്തലെ ദൈവവചന നങ്ങൾക്ക് ಒಂದು ഉറപ്പും ധൈര്യം കൊടുത്തിದ್ದೆ. ಈ ದೈವವಚನ ಅಡಿಸ್ಥಾನಲು ಒಂದು ವ್ಯಕ್ತಿ ಯಾಗಲ ಯಾವ ನಿಮಿಷ ಅವನ ಆಯ್ತೀರಿದನೋ ಆ ನಿಮಿಷ ಮೊದಲ ಅವನು ಸ್ವರ್ಗಗೂ ಅವನಿಗೆ ಕಡಿದು ಹೋಗലുള്ള അധികാര ദൈവ കൊടുത്തിದ್ದೆ. ഈ അധികാരനെക്കുറിച്ച് ഈ സ്വർഗക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് വേദപുസ്തക വ്യക്തമായി ನಂಗೊಂದಿಗೆ ಹೇಳೋದಿದೆ. ಈ ವಚನ ಅಡಿಸ್ಥಾನದಲ್ಲಿ ನಿಂಗ ಜೀವಿತ ಸಮರ್ಪಿಸೋದೆಂದು ಹೇಳಿದರೆ ದೈವ ನಿಂಗನೆ ಜೀವಿತದಲ್ಲಿ കൊണ്ടുവരലെ ദൈവ കൊണ്ട് സാധിച്ചത്. സ്വർഗൽ നിങ്ങൾക്കും ಒಂದು ജീവിതം ദൈവത്തമ്പരാണ് ഒരുക്കിയതേ. ആ സ്വർഗാവസ്ഥയിലേക്ക് നിങ്ങനെയും ദൈവത്തമ്പരാൻ ക്ഷണിച്ചല്ലേ ഈ കാലം 2000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ യേശുക്രിസ്തു ജനിച്ചത്.
ತನ್ನ ಜೀವಿತ, ತನ್ನ പ്രവൃത്തി, തന്ന മരണ, ഉദ്ധാരണ, തന്ന വീണ്ടും വരവ്, ഇതെല്ലാം മനുഷ്യനെ സ്വർഗ്ഗാൽ എത്തിച്ചതിലുള്ള അനുഭവമായിട്ട് ദൈവം തമ്പുരാന് ഈ ലോകം ചെയ്തത്. അതുകൊള്ള പോംവഴിയും അതുകൊള്ള മാർഗരേഖയും എല്ലാം ദൈവം തമ്പുരാൻ തന്ന വചനത്തിലൂടെ വെളിപ്പെടുത്തിയത്. ഈ വചനം നിങ്ങ ഹൃദയല് അംഗീകരിച്ചതിലെ ആ നിമിഷം നിങ്ങ സ്വർഗ്ഗവും അവകാശിയായി തീരലെ ദൈവം നിങ്ങനെയും ഇന്തും ആഹ്വാന ചെയ്വതിക്ക്. അവനെ കൊണ്ടുപോയി ആണി കൊണ്ട് കുരിശില് തറച്ച് അവനെ ഈ ലോകല് എല്ലാ ആൾക്കും കാണെ അവനെ ക്രൂശിൽ തറച്ചത് അനുഭവ ഇത് ചരിത്ര തെളിവ. ആ തെളിവ് അടിസ്ഥാനല് മൊത്തത്തിൽ പരിശോധിച്ചക വേദപുസ്തക അടിസ്ഥാനല് മനുഷ്യനെന്ന പാവനെ ഏറ്റെറ്റി യേശു ക്രിസ്തു ക്രൂശില് തന്ന ജീവന് അർപ്പിച്ചത് ಹೇಳಿ വ്യക്തമായി ನಂಗೆ വേദപുസ്തക ನಂಗೆ ಅರಳಪಾಡು ಕೊಡೋದಿದೆ. ಈ ನಿತ್ಯಜೀವನ ಅನುಭವಲು ನಿಂಗಂ ಎತ್ತಿತೀರಕ್ಕಂತ ಹೇಳಿ ನಂಗನೂ ಆಗ್ರಹ. ಅದು യേശുക്രിസ്തുനും അതേപോലെ മനുഷ്യനോടുള്ള ബന്ധം ഉള്ള ആഗ്രഹ. ഈ ആഗ്രഹപ്രകാരം നിങ്ങ ജീവിതനെ യേശുക്രിസ്തുന സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്ന ಹೇಳಿದ್ರೆ ദൈവം ഈ വിഷയന്മേൽ നിങ്ങ എല്ലാ അവസ്ഥമേലും ദൈവം പരിപൂർണമായ നിങ്ങ ജീവിതനെ മാറ്റി രക്ഷ ചെയ്വലെ അവന് ഇന്തും നമ്മോട് കൂടെ ഇതിനെ. ഈ അവസ്ഥ നിങ്ങ ജീവിതത്തിൽ നിങ്ങ ಅಂಗೀಕರಿಸಂತ ಹೇಳಿದ್ರೆ ಈ ಒಂದು ಪ್ರಾರ್ಥನೆ ವಾಚಕ ನಿಂಗಾಗ ಈ ಸಮಯ ಹೇಳಿಕೊಟ್ಟೆನು. ಆ ವಾಚಕ ನಿಂಗ ಹೃದಯಪೂರ್ವಕമായി ನಿಂಗ ಮನಸ್ಸಲ್ಲಿ ನಿಂಗ ಎಚ್ಚೆತ್ತಿ ಅದು ಪ್ರಾರ್ಥಿಸೋದೆಂದು ಹೇಳಿದೆ. ನಿಂಗ ಸ್ವರ್ಗಕ್ಕೆ ಅವಕಾಶമായി ಇಂದು ಮೊದಲು ತೀರಿದೇನು ಅಂತ ಹೇಳಿ ದೈವ ವಚನ ಉറപ്പും ധൈര്യം ಕೊಡಿದೆ. ಆ ವಚನಾಡಿസ്ഥാನದಲ್ಲಿ ಈ ಪ್ರಾರ್ಥನೆ ನಿಂಗಾಗೀಗ ചൊല്ലിക്കൊടുതു. അത് നിങ്ങ ശ്രദ്ധയോടെ കേಳಿ അതിനെ നിങ്ങ ജീവിതത്തിൽ അത് ഏറ്റുകൊള്ളലെ ദൈവ കൽപ്പിച്ചിരിക്കെ. ആ പ്രാർത്ഥನೆ ഇതാ ಇಂತೆ ദൈവമേ ನನ್ನ ಪಾವ ಪಂಗಿಲമായ ಜೀವದಾಗ ನನ್ನ ಅವಸ್ಥೆ ಮಾತಲೆ ನೀನು ಸ್ವರ್ಗದ ಭೂಮಿಲಿ ಬಂದದಂತ ಹೇಳಿ ನಾನು ವಿಶ್ವಸಿದ್ದೇನೆ. ನನ್ನ ಅವಸ್ಥೆ ಯಾವಿಧ ಅವಸ್ಥೆ ಆದಾലും ನನ್ನ ಜೀವನದಲ್ಲಿ ಬಂದದಾಯ ಕೆಟ್ಟುಪಾಡುಗಳು, കുറവുಗಳು, കുറ്റങ്ങൾ എല്ലാം നീക്കലെ ನೀನು ಸ್ವರ್ಗದ ಭೂಮಿಲಿ ಬಂದಂತ ಹೇಳಿ ನಾನು ವಿಶ್ವಸಿದ್ದೇನೆ. ನನ್ನ കുഴപ്പങ്ങൾ ನನ್ನ ജീവിതത്തിൽ വന്ന എല്ലാ വിഷയങ്ങളും മാറ്റി ദൈവമേ നീ തന്നെ ഏറ്റുകൊള്ളാക്ക്. നിന്ന മകനാക്കി മകളാക്കി നിന്നെ തീർത്താക്ക്. സ്വർഗവും ನಾನು ಅವಕಾಶಿಯಾಗಿ തീരಲೆ ನೀನು രക്ഷിസാക്ക്. ദൈവമേ ഈ പ്രാർത്ഥന നിന്നോട് നമുക്ക് പ്രാർത്ഥിച്ചതു പ്രാർത്ഥന നീನು കേಳಿದುകൊണ്ട് ಸ್ತೋತ್ರ യേശുക്രിസ്തുന നാമല് ആമേൻ. യേശുക്രിസ്തുന മരണവും ഉയർപ്പും. യേശുക്രിസ്തു ಈ ಲೋಕಕ್ಕೆ ಬಂದದು ಏಕದೇಶ ಕಾರ್ಯಗಳು ನಿಂಗೆ ಗೊತ್ತಾತು ಅಂತ ಹೇಳಿ ನಾನು ಕರಿತಲಿ. യേശുക്രിസ്തു ಈ ಲೋಕಕ್ಕೆ ಬಂದതിന് ശേഷ ഏകദേശ 33 വർഷകാല ഈ ലോകല് ജീവിച്ച് താൻ ദൈവ അപ്പത് എന്ന് ಹೇಳಿ തെളിച്ചതാണ്. ലോകല് കഷ്ടപ്പെട്ട മനുഷ്യനെ രോഗ ദുഃഖ മാറ്റി പൂർണ്ണമായി അവർക്ക് ആശ്വാസ വിടുതലും കൊട്ടാണ്. അതിനുശേഷ യേശുക്രിസ്തു ആ എല്ലാ അവസ്ഥയും ജീവിതത്തിൽ അവരുടെ ജീവിത രീതികൾ എല്ലാം മനസ്സിൽ ಮಾಡಿ അവർക്ക് ആശ്വാസ ಕೊಟ್ಟು അവർക്ക് ആഹാര ಕೊಟ್ಟು സകല രീതിയിലും അവരെ സഹായിച്ചും യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതാണ്. അവസാന 33 വർഷക്കാല കഴിഞ്ഞാಗ യേശുക്രിസ്തു ഈ ലോകದ തന്ന വേല പൂർത്തീകരിച്ച് ഹോപ്പലെ ടൈം യേശുക്രിസ്തു മനസ്സിലായതിനു ശേഷം യേശുക്രിസ്തു അതുള്ള ഒരുക്ക യേശുക്രിസ്തു നടത്തിയതാണ്. യേശുക്രിസ്തുവിനെ ആ കാലഘട്ടത്തിൽ റോമ ഗവൺമെന്റ് അവനെ ಹಿಡಿಪതും അതിനുശേഷം അവനെ ക്രൂശിൽ തറച്ച അനുഭവവും വേദ പുസ്തകം നങ്കൊഞ്ചിಗೆ വെളിപ്പെടുത്തുന്നില്ലേ. യാന കൊണ്ട് യേശുക്രിസ്തു ഇതുപോലെ ചെയ്താണ്. യേശുക്രിസ്തു യഥാർത്ഥമായി നങ്ക ചെയ്ത തെറ്റുകാലും മരണനെ സ്വീകരിച്ചലിടയായിത്തീരുന്നത്. യേശുക്രിസ്തുന ഉയർപ്പും മരണവും ನಂಗನ ಜೀವದಾಗ ಸಂತೋಷവും ಸಮಾಧಾನ ಬರಲಿಗಾലും യേശുക്രിസ്തു ಆ ಅನುಭವಲಾಯಿತೀರಿದದು. യേശുക്രിസ്തുನ ಮರಣ ಪುನರುತ್ಥಾನ ಇದೆല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായി അന്ന ജനക ദൈവ ಹೇಳೋದಿದೆ. യേശുക്രിസ്തുന മരണದ ശേഷ യേശു ಭೂಮಿയിൽ വീണ്ടും ತನ್ನ ಮടങ്ങി വരവ് ಇದ್ದೆ ಅಂತ ಹೇಳಿ യേശുക്രിസ്തുನ ವಚನ ವ್ಯಕ್ತമായി ನಂಗೊಂದು ಹೇಳೋದಿದೆ. ಆ ಅಡಿസ്ഥാನದಲ್ಲಿ ನಿಂಗ ಜೀವದവും ಕ್ರಮಪಡಲೆ ಇಡೆಯಾಯ್ತಿರಲಿ. യേശുക്രിസ്തു ഭൂമിയിലായിച്ചದಾಗ ಎಲ್ಲ ആൾക്കാരും അവനെ അനുഗമിച്ചിದ್ದಾರೆ. എല്ലാ ആൾക്കാർക്കും അവൻ ആശ്വാസ ಕೊಟ್ಟಾನು. എല്ലാ ആൾക്കാർക്കും രോഗ സൗഖ്യ ಕೊಟ್ಟಾನು. എല്ലാ അവസ്ഥയും യേശുക്രിസ്തു മുഖാന്തരം എന്ത് ലോകದ ആൾക്കാർക്ക് രക്ഷയായി തീർത്ത്. അല്ല ಒಂದು നാൾ അവനെ ഈ പ്രവൃത്തി ചെയ്തുകൊടുത്ത സമയത്ത് ഈ ലോകലുള്ള ജനങ്ങൾ, ഈ ലോകലുള്ള അധികാരികൾ, ഈ ലോകലുള്ള പുരോഹിത വർഗങ്ങൾ അവനെ നശിപ്പിസാക്ക് ಅಂತ ಹೇಳಿದ ತೀರ್ಮಾನ ಅವರ ಹೃದಯದಲ್ಲಿ ಬರೋದುം അതിനുശേഷം ഈ യേശുക്രിസ്തുവിനെ അവർ എടുത്ത് കൊല്ലലെ അന്തന ഗവൺമെന്റ് അതിനെ നാട്ടുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തും അതിനുശേഷം
യേശുക്രിസ്തു ക്രൂശിൽ ഒന്നും തെറ്റ് ചെയ്തേ കണ്ട് ക്രൂശിൽ ഹറ്റി മരണപ്പെടുന്നതും ലോക ചരിത്രത്തിൽ അത് ഇന്തും സംഭവിച്ചത കാര്യമായി ഇന്തും തെളിവായി എല്ലാ ആൾക്കാർക്കും അവശേഷിച്ചില്ലേ. ഈ സത്യമായ അവസ്ഥ ഞങ്ങൾ മനസ്സിലായി ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്ന നേടിയതിലെ ഞങ്ങളുടെ ജീവിതവും അത് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും മാന്യമായ പദവി എന്തേളി ഈ പ്രഭാഷണ കേള നിങ്ങ ഒന്നും താളും നീങ്കുഞ്ചിക്കുകയും ഈ സദ്വാർത്ത ಈಗ അറിയിച്ചതു. അതിനുശേഷം യേശു ക്രിസ്തുവിനെ മരണത്തിന് ശേഷം കല്ലറയിൽ കൊണ്ടടക്കി യേശു താൻ ജീവിച്ചിದ್ದಾಗ ತನ್ನ ಶಿಷ್ಯನ್മാരോടെ ഒന്നിಗೆ ಇಂತಿಯೊಂದು ಪ್ರಸ್ತಾವನೆ യേശു ക്രിസ്തു നടത്തിയതാണ്. ನಾನು മരണപ്പെട്ടാലും മൂന്നാം നാൾ ആ അവസ്ഥത ನಾನು ಎದ್ದು ಬಂದೆನು. ശിഷ്യന്മാർക്ക് ആ കാലഘട്ടങ്ങളിൽ അവർക്കത് മനസ്സിൽ ಮಾಡಲು സാധിച്ചില്ല. പക്ഷേ യേശു ക്രിസ്തുവിನ പുനരുദ്ധാന സമയം അടക്കി മൂന്നാം നാൾ കഴിഞ്ഞിട്ട് ആ കാലല്ല അവർന്ന ആചാരപ്രകാര കല്ലറയിൽ ಹೋയി കുറച്ച് സ്ത്രീകളും പുരുഷന്മാരെല്ലാം ಹೋയി യേശു ക്രിസ്തുവിനെ കാണലേಬೇಕಾയി കല്ലറയിൽ ಹೋದರು. പക്ഷേ ആ സമയത്ത് ഈ കല്ലറയിൽ തുറന്നിದ್ದ ಅನುಭವ ಇದ್ದದು യേശു ಕ್ರಿಸ್ತುನೇ ಆ ಸಮಯದಲ್ಲಿ ಕಲ್ಲರೆಯಲ್ಲಿ ಇತ್ತಿಲ್ಲ. കാരണം യേശു ಕ್ರಿಸ್ತು ಜೀವಿಸಿದ್ದಾಗ ಮುಂಜಾನೆ ಹೇಳಿದೇನೆ ನಾನು ಮೂന്നാമത്തെ ದಿವಸ ಎದ್ದೆನು. യേശു ക്രിസ്തു ആ അവസ്ഥ മറികടന്ന് ജീവിതത്തിൽ താൻ ഉയർത്തെഴുന്നേൽപ്പ് തന്ന ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. ആ അനുഭവം തന്ന ശിഷ്യന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷമായി ഉള്ള അനുഭവം അവർ കാണുകയും അവർ കേൾക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചും അനേക നാളുകൾ ഏകദേശം 40 നാളുകളോളം അവർക്ക് പ്രത്യക്ഷനായി അവരുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് നാനീക ಹೋಪದು പോലെ ನಾನು വീണ്ടും ಬಂಜೆನು. ಅದು ನಿಂಗರೆ ചേർച്ചയിലുള്ള അനുഭവം ആയിരിച്ചത് എതുവേക്കായി നിങ്ക ലോകൽ ഒരുക്കത്തോടെ ആയിരിച്ചാക്ക് ഈ സന്ദേശ ലോക എല്ലാ ആൾക്കാരോട് ജാതി ഭാത മത വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരോടും ഇത് ನನ್ನ ವಚನ ನಿಂಗ ಹಾಳಾಕು ಅಂದು ಯೇಸುನ ಅರಳಪಾಡು. യേശുക്രിസ്തു ಹೋದതുപോലെ വീണ്ടും വന്ദന എന്തേಳಿ വ്യക്തമായി ഞങ്ങളോട് ಹೇಳುತ್ತೆ. ಅವನು ಬೇಕಾയി ಭೂಮಿಲ್ ഒരുകിற ആൾക്കാരനെ രക്ഷിസലെ അവൻ വീണ്ടും വന്ദന എന്തേಳಿ വേദപുസ്തക വ്യക്തമായി ഞങ്ങളോട് ಹೇಳುತ್ತೆ. ಯಾನಗ യേശുക്രിസ്തു പറത് അവനു ಬೇಕಾയി കാത്ത് ഇറ തന്ന വിശുദ്ധന്മാരനെ ചേർസലെ ദൈവസന്നിധിയിൽ ചേർസലെ അവൻ വീണ്ടും ഭൂമിക്ക് വന്ദന എന്തേಳಿ വേദപുസ്തക വ്യക്തമായി ഞങ്ങളോട് ಹೇಳುತ್ತೆ. യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിറ തന്ന ജനനെ ചേർസലെ ഭൂമിക്ക് വറലെ ആസന്നമായ ഈ കാലഘട്ട നിങ്ക അതുക്ക് വെക്കായി യേശുക്രിസ്തുവിനെ എതിരേൽപ്പലെ നിങ്ക ഭൂമിയിൽ ഒരുക്കി തരവ. യേശു അതുപോലെ ഒരുക്കമുള്ള തന്ന ജനനെ ചേർസലെ ഭൂമിയിൽ വറലെ സമയ ആഗതമായി. യേശുക്രിസ്തുവിനെ ഏറെ ആൾക്കാർക്ക് പിന്നീട് യാന സംഭവിച്ചത് എന്ന് ಹೇಳಿ വേദപുസ്തക വ്യക്തമായി നമ്മോട് ಹೇಳುತ್ತೆ. യഥാർത്ഥമായി ക്രിസ്തുൽ ആശ്രയിച്ചത ആൾക്കാർ ശിക്ഷാവിധി എന്ന് ಹೇಳಿದಲೆ ലോകല് അവരെ പാവമായ ജീവിതക്ക് അടിമപ്പെട്ടതുകൊണ്ട് അവരെ നരകയോഗ്യമായി തീർച്ചലെ യേശുക്രിസ്തു എന്ന കൽപ്പന ഇല്ലേ. യേശുക്രിസ്തുവിലുള്ള ആശ്രയിച്ച ജീവിതങ്ങൾ ഇനി യാന ചെയ്യക്ക് എന്നുള്ളത് വേദപുസ്തക വ്യക്തമായി ಹೇಳುತ್ತೆ. അവർ പാപത വിട്ടൊളിഞ്ഞ് യാസമേലും യേശുക്രിസ്തുവിനെ ധ്യാനിച്ചും യേശുക്രിസ്തുവിന കൂടെ അവനെ വേദപുസ്തക ധ്യാനിച്ചും ജീവിസാക്ക് എന്തേಳಿ വേദപുസ്തക വ്യക്തമായി തന്ന മക്കൊഞ്ചിಗೆ ಹೇಳುತ್ತೆ. നിങ്ക ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ വറജെ നിങ്ക ജീവിതനെ കാത്തു സൂക്ഷിസാക്ക് എന്തേಳಿ യേശുക്രിസ്തു ಹೇಳುತ್ತೆ. അവനോടുള്ള ഭക്തിയിൽ നിങ്ക ഒന്തോ ജിനവും ഏറി വിറക്ക് എന്തേಳಿ യേശുക്രിസ്തു വ്യക്തമായി തന്ന ജനക്ക് അറിവ് കൊടുತ್ತೆ. യേശുക്രിസ്തുവിന കൂടെയുള്ള ജീവിത അത് ഏറ്റവും ശ്രേഷ്ഠവും അത് ഞങ്ങളുടെ ജീവിതക്ക് സന്തോഷവും സമാധാനവും അത് പരിപൂർണമായി യേശുക്രിസ്തു ഞങ്ങൾ കൊട്ടാന്ന് എന്തേಳಿ വേദപുസ്തക വ്യക്തമായി ಹೇಳುತ್ತೆ. അന്തലെ ലോകല് ഏറെക്കുറെ മനുഷ്യരും പാവ അടിമപ്പെട്ട ജീവിത നൈസറോപത് പാവ അടിമത യേശുക്രിസ്തു രക്ഷിച്ചലെ അപ്പോൾ ലോകൽ വന്നതെന്നുള്ളത് വ്യക്തമായി വേദപുസ്തക നേരത്തെ ಹೇಳಿಲ್ಲ. പാവ വഴിയിൽ ജീവിച്ച വ്യക്തിനെ അവരുടെ ജീവിത അവസാന ഏന എന്തേಳಿ വേദപുസ്തക വ്യക്തമായി ഞങ്ങൾക്ക് അറിവ് കൊടുത്തിട്ട് വേദപുസ്തകം യേശുക്രിസ്തുവിനെ കുറിച്ചും അതുപോലെ അന്ധകാര ശക്തിനെ കുറിച്ചും വ്യക്തമായി പ്രതിപാദിച്ചു. അന്ധകാര ശക്തിന പ്രവൃത്തിക്ക് നിങ്ങ കൂട്ടാളികളവ ಅಂದಲೆ യേശുക്രിസ്തുവിൽ നിങ്ങ ആശ്രയിച്ചതിലെ അന്ധകാര ശക്തിത ആ പ്രവർത്തനത നിങ്ങ പൂർണ്ണമായി രക്ഷിച്ചലെ യേശുക്രിസ്തു പ്രാപ്തനാപ്പത്. ഒരു നാൾ മരണശേഷം നിങ്ങ ജീവിതത്തിൽ നിങ്ങനെ പ്രത്യാശയാണ്. മരണശേഷവും മനുഷ്യനക്ക് ഒന്ന് ഒള്ള അവസ്ഥയില്ലേ എന്തേಳಿ വേദപുസ്തക ഉറപ്പ് കൊടുത്തില്ലേ. മനുഷ്യന് സാധാന്യ പ്രവൃത്തിനെ വിട്ടുതിരിഞ്ഞ് ദൈവവചന അടിസ്ഥാനൽ വറക്കെന്തേಳಿ വേദപുസ്തക നമ്മോട് ಹೇಳುತ್ತೆ. വേദപുസ്തക അടിസ്ഥാനൽ മനുഷ്യനക്ക് മരണശേഷവും നിത്യജീവന് എത്തലുള്ള എല്ലാ മാർഗവും വേദപുസ്തക യേശുക്രിസ്തുവും ഉറപ്പ് കൊടുത്തില്ലേ.
ನಿಂಗನ ಅಭಿಪ್ರಾಯನ ನಿಂಗ ಪೂರ್ಣಮಾയും ಮರಣಗೆ ಅಡಿಮೆಪಟ್ಟು ಜೀವಿಸಲೇ ಯಾವೋ ನಿಂಗನ ಅಭಿಪ್ರಾಯ ಅದೋ പൂർണ്ണമായി നങ്ങനെ രക്ഷിച്ച യേശുക്രിസ്തു മുഖാന്തര നിത്യജീവൻ ಹೋಪಲೆ ನಿಂಗ ತಯಾರ യേശുക്രിസ്തു ಹೇಳೋದಿದ್ದೆ മരണന ശേഷവും നിങ്ങ നിത്യജീവനെ നാം ദാനമായി ಕೊಟ್ಟೆನು ಅಂದೇಳಿ ഉറപ്പും ധൈര്യവും യേശുക്രിസ്തു ಮನುಷ್ಯನು ಕೊಡೋದಿದ್ದೆ ನಿಂಗನ ಅಭಿಪ್ರಾಯನ ನಿಂಗ ಪೂರ್ಣമായി യേശുക്രിസ്തു ആശ്രയിಸലേ തയ്യാറോ പാപ ജീവിതದ യേശുക്രിസ്തു നിങ്ങനെ പരിപൂർണമായി രക്ഷിച്ചത് ಅಂದೇಳಿ ವೇದಪುಸ್ತಕ ಹೇಳೋದಿದ್ದೆ ಪಾಪ ചെയ്യുವ വ്യക്തിയെ യേശു പൂർണ്ണമായി രക്ഷിസലേ യേശുക്രിസ്തു വാക്കുകൊടുത്തിದ್ದೆ എന്നല്ലേ പാവനെ യേശുക്രിസ്തു വെറുപ്പുള്ളവനപ്പം അത് പാവ സ്വഭാവത മനുഷ്യന് മുക്തി നേടക്ക് എന്ന് യേശുക്രിസ്തുവിನ അഭിപ്രായ മന്ത്രവാദങ്ങളും അതുപോലെ ദുഷ്കർമ്മങ്ങളും ഞങ്ങൾ ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ച അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് വിഗ്രഹ ആരാധന അതിനോടുള്ള ഇഷ്ട ഇതെല്ലാം വിട്ടുതിരിഞ്ഞ് യേശുക്രിസ്തു എന്ന ആ രക്ഷയിൽ നിങ്ങൾ സന്തോഷിസാക്ക് എന്തേಳಿ ദൈവവചന ഞങ്ങൾ ഉറപ്പും ധൈര്യം കൊടുത്തിದ್ದೆ നിങ്ങന അഭിപ്രായ ഏന ദൈവ തന്ന ജനങ്ങളോട് ഇതുപോലെ ಹೇಳೋದಿದ್ದೆ വിഗ്രഹാരാധനയും അതുപോലെ ദുഷ്കർമ്മങ്ങളും ആഭിചാരങ്ങളും ഇതൊന്നും ദൈവസന്നിധിയിൽ ഒരിക്കലും ദൈവ അംഗീകരിച്ച പരിപാടിക്ക അല്ല ദൈവം ഏ സമയലും മനുഷ്യനെ അവന് സന്തോഷവും സമാധാനവും അവನ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതേಳಿ ദൈവന അരുളപ്പാട് അത് അംഗീകരിച്ചലേ മനുഷ്യൻ തയ്യാറാക്കൂ അത് എല്ലാ ജാതികളും അനേക ജാതികളും ദൈവസന്നിൽ കടന്നു വരാക്ക് എന്തേಳಿ ദൈവന ആഗ്രഹ നിങ്ങന അഭിപ്രായന ദൈവ ಒಂದೊಂದು ആൾക്കാരഞ്ഞും ഈ അവസ്ഥയിലേക്ക് ക്ഷണിച്ചതിದ್ದೆ പല ഭാഷയും വംശവും ജാതിയും എല്ലാവരും ദൈവസന്നിൽ എത്തക്ക് എന്തേಳಿ ദൈവന അഭിപ്രായ ദൈവക്ക് ഭാഷയോ അതുപോലെ മനുഷ്യന് ദೊಡ್ಡವനെന്തേಳಿയോ ಸಣ್ಣವನೆന്തೇಳಿയോ വ്യത്യാസ കാണെ ദൈവ എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിച്ചതാണ് വിഗ്രഹ ആരാധനയെക്കുറിച്ച് ആവർത്തന പുസ്തക 18 അതിന് 10 വാക്യ 1 അധ്യായ മുതൽ ಹೇಳೋದಿದ್ದೆ വിഗ്രഹ ആരാധന പണ്ടു മുതലേ ദൈവ മനുഷ്യനോട് വേർതിരിച്ചത് ഈ അവസ്ഥ മാറി സത്യമായ ദൈവ വചന അടിസ്ഥാനത്തിൽ മനുഷ്യൻ കടന്നു വരക്ക് എന്തേಳಿ ദൈവന ആഗ്രഹ നിങ്ങനെയും ദൈവ അതിലേക്ക് കടന്നു വരല്ലേ ദൈവ സഹായിസലി ലോകം കടന്നു വന്ന വെളിച്ചമായ യേശുക്രിസ്തുവിനെ നിങ്ങ ജീവിതത്തിൽ നിങ്ങ അംഗീകരിച്ചലേ നിങ്ങ തയ്യാറാവാ ലോകൽ അവന് സത്യമായി വെളിപ്പെട്ടണ് ആ ലോകൽ വന്ന ആ ക്രിസ്തു യഥാർത്ഥ എല്ലാ ജനങ്ങളെയും രക്ഷിച്ചലേ വന്നവനപ്പത് അത് പകര ജനം ഇരുട്ടിൽ നടിവാവുന്ന അവസ്ഥയപ്പോൾ അതിന്തു ലോകൽ കാണുന്നു ഇരുട്ടിനെ വിട്ടുകളഞ്ഞ് എല്ലാ ജനങ്ങളും വെളിച്ചാൽ നടിയക്കെന്തേಳಿ ദൈവനാഗ്രഹ ഈ പ്രവൃത്തി ഇരുളിൽ നിന്നുള്ള പ്രവൃത്തി വിട്ടുമാറി ജന അവന്ന പാവപ്രവൃത്തികളുടെ മോചന പ്രാപിച്ച് യേശുക്രിസ്തു മുമ്പാകെ സത്യമായി ജീവിസാക്ക് എന്തേಳಿ ദൈവന വചന പക പിണക്ക ജാരസംഘ മദ്യപാന ഇതെല്ലാം വിട്ടുകളഞ്ഞ് ജനങ്ങൾ സ്വസ്ഥമായി അവരുടെ അധ്വാന ഫല അവരുടെ ജീവിതം അവരുടെ കുടുംബാല് ഏറ്റവും പ്രയോജനപ്പെടക്ക് എന്തേಳಿ ദൈവനാഗ്രഹ നിങ്ങൾക്കും ഈ അവസ്ഥ നിങ്ങ കുടുംബാല് വറക്കെന്തേಳಿ നിങ്ങൾക്കും ആഗ്രഹിച്ചല്ല നിങ്ങൾ അത് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചതെന്നെങ്കിൽ യേശുക്രിസ്തു പൂർണ്ണമായി ഈ അവസ്ഥ നിങ്ങ കുടുംബാല് കൊട്ടു നങ്ക ഒന്നൊന്നാളഞ്ഞെയും അനുഗ്രഹിച്ചത് എന്തേಳಿ ദൈവന വചന